2025 പ്രയാഗ്രാജ് മഹാകുംഭമേള കാണുന്നതിന് പോകാൻ ഞാനും രമേശ മാഷും സുനിൽ മാഷും തീരുമാനിച്ചു. കുംഭമേളയുടെ ഡേറ്റുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി പോകുന്നതിന് തീരുമാനിക്കുകയും ബംഗളൂരുവിൽ നിന്ന് വാരണാസിയിലേക്കും ഗോരഖ്പൂരിൽ നിന്ന് തിരിച്ച് ബംഗളൂരുവിലേക്കുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തു. അത് റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നതിനെ തുടർന്ന് ജനുവരി 22 വാരണാസിയിലേക്കും തിരിച്ച് ജനുവരി 26 ഗോരഖ്പൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എടുത്തു. വളരെ നേരത്തെ ടിക്കറ്റുകൾ എടുത്തതിനാൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ കിട്ടി. ട്രെയിൻ ടിക്കറ്റുകൾ ഓപ്പൺ ആയതിനനുസരിച്ച് ട്രെയിൻ ടിക്കറ്റുകളും ഞങ്ങൾ ബുക്ക് ചെയ്തു. ജനുവരി 21 2:15 വീട്ടിൽ നിന്നും ഞങ്ങൾ പാലക്കാട്ടേക്കുള്ള യാത്ര തിരിച്ചു. പാലക്കാട്ട് നിന്ന് 4:40 യാസ് ട്രാവൽസിൻ്റെ ബസ്സിൽ ബംഗളൂരുവിലേക്ക് യാത്ര തുടങ്ങി. രാവിലെ ബംഗളൂരുവിൽ എത്തുന്ന തരത്തിലുള്ള ട്രെയിനുകൾ ഇല്ലാത്തതിനാലാണ് ബസ് യാത്ര തിരഞ്ഞെടുത്തത്. 12:00 ഞങ്ങൾ ബംഗളൂരുവിൽ ഇറങ്ങി. മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സിൽ കയറി 2:15 എയർപോർട്ടിലെത്തി. രാവിലെ 7:15 ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ കാത്തിരുന്ന് നേരം വെളുപ്പിച്ചു. അങ്ങനെ വാരണാസിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. 10:10 ഞങ്ങൾ വാരണാസിയിൽ ഇറങ്ങി. ഒരു ടാക്സിയിൽ സാരാനാഥിലേക്ക് ഞങ്ങൾ പോയി. ഗ്രാമങ്ങൾ പിന്നിട്ട് മികച്ച റോഡിലൂടെ യാത്ര ചെയ്ത് 10:45 ഞങ്ങൾ സാരാനാഥിലെത്തി. വാരണാസിയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് സാരാനാഥ് സ്ഥിതി ചെയ്യുന്നത്. BC 528 ധമ്മചക്കപ്പാവത്തന സൂത്ര എന്നറിയപ്പെടുന്ന ശ്രീബുദ്ധൻ്റെ ആദ്യ സാരോപദേശം നടത്തിയ സ്ഥലമാണ് ഇത്. ബുദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 4 സ്ഥലങ്ങൾ, അതായത് ലുംബിനി, ബോധഗയ, സാരാനാഥ്, ഖുശിനഗർ എന്നിവയിൽ ഒന്നാണ് ഇത്. ഇവിടെയാണ് ദേശീയ ചിഹ്നമായ അശോക സ്തംഭവും അശോക ചക്രവും ഉണ്ടായിരുന്നത്. അത് ഇവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മ്യൂസിയത്തിന് പുറമെ ഇവിടെ ബുദ്ധൻ്റെ പ്രഭാഷണം നടത്തിയ സ്ഥലത്ത് ഒരു വലിയ സ്തൂപം, ധമേക് സ്തൂപവും അതിൻ്റെ ചുറ്റുമുള്ള ആർക്കിയോളജിക്കൽ പാർക്കും അതിന് തൊട്ടു പിന്നിലായി ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയതിൻ്റെ സ്മരണയ്ക്കായി നട്ട ഒരു ബോധിവൃക്ഷവും അതിനോട് തൊട്ടു തന്നെ ഒരു ബുദ്ധക്ഷേത്രവും ഒക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഇതിനു മുമ്പ് 2013 2017 ഞാനിവിടെ സന്ദർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടുത്തെ റോഡുകളും സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കണ്ടാലറിയാത്ത വിധം നവീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ ആദ്യം ധമേക് സ്തൂപത്തിന് പിന്നിലുള്ള ബുദ്ധക്ഷേത്രവും ബോധിവൃക്ഷവും കാണാൻ വേണ്ടി പോയി. ഇരുപുറവും ബുദ്ധിസ്റ്റ് പ്രയർ ഫ്ലാഗുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു പാതയുടെ അറ്റത്താണ് ഈ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. 1931 നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വിഹാരമാണ് ഇത്. ഇന്ത്യയിലെ ബുദ്ധമതത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീലങ്കൻ ബുദ്ധ സന്യാസിയായിരുന്ന ധർമ്മപാലയുടെ മേൽനോട്ടത്തിലാണ് ഈ വിഹാരം നിർമ്മിക്കുന്നത്. ഹവായിയൻ ഫിലാന്ത്രോപ്പിസ്റ്റ് ആയിരുന്ന ചെറി റോബിൻസൺ ഫോസ്റ്ററാണ് പ്രധാനമായും ഈ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ഫണ്ടുകൾ നൽകിയത്. ഇതിൻ്റെ ഉള്ളിലെ ചുവരുകളിലെ ചിത്രങ്ങൾ ജാപ്പനീസ് ആർട്ടിസ്റ്റായ കൊസേറ്റ്സു നോസുവാണ് വരച്ചത്. ശ്രീബുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ ശ്രീബുദ്ധൻ്റെ എല്ലിൻ്റെ ഒരു ഭാഗം വിശ്വാസികൾക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്തായി ഒരു ബോധിവൃക്ഷം നിൽക്കുന്നുണ്ട്. അതിനു ചുവട്ടിൽ ശ്രീബുദ്ധൻ്റെ ആദ്യ പ്രസംഗത്തിൻ്റെ ഓർമ്മ സൃഷ്ടിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ ആദ്യ ശിഷ്യന്മാരുടെ ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. മരത്തിന് ചുറ്റും പ്രയർ വീലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് പുറത്തിറങ്ങി. ഫോട്ടോ എടുക്കാൻ സഹായിച്ചയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെയുള്ള ഒരു തുണിക്കടയിൽ ബനാറീസ് സിൽക്ക് സാരി നെയ്യുന്നത് കാണുന്നതിന് വേണ്ടി കയറി. അവിടെ നിന്ന് ഒന്നും വാങ്ങാതെ പുറത്തിറങ്ങി നടന്നു. പ്രഭാത ഭക്ഷണമായി 1 കിലോ പേരയ്ക്ക വാങ്ങിച്ച് ഞങ്ങൾ 3 പേരും കൂടി കഴിച്ച് ധമേക് സ്തൂപത്തിൻ്റെ പ്രവാസന കവാടത്തിലേക്ക് നടന്നു. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി. ഒരു ആർക്കിയോളജിക്കൽ പാർക്കാണിത്. അതിൻ്റെ ഒരു അറ്റത്താണ് ധമേക് സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. പോകും വഴി ഇടതുവശത്ത് പുരാതന നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ കാണാം. അശോക ചക്രവർത്തിക്ക് മുമ്പുള്ള ഒരു സ്തൂപമായ ധർമ്മരാജിക സ്തൂപത്തിൻ്റെ അവശിഷ്ടങ്ങളും മറ്റുമാണ് അവ. സ്തൂപത്തിൻ്റെ അടിസ്ഥാനം മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഈ നടപ്പാതയിലൂടെ ഞങ്ങൾ ധമേക് സ്തൂപത്തിനടുത്തേക്ക് നടന്നു. ശ്രീബുദ്ധൻ്റെ കാലത്തോളം പഴക്കമുള്ള നിർമ്മിതികളാണ് ഇവ. ഇവിടുത്തെ പ്രധാന നിർമ്മിതിയാണ് ഈ ധമേക് സ്തൂപം. ഇന്ന് ഇതിന് 43.6 മീറ്റർ ഉയരവും 28 മീറ്റർ വ്യാസവുമുണ്ട്. AD 640 ഹുയാൻസാങ് ഇവിടെ സന്ദർശിക്കുമ്പോൾ ഇതിന് 91 മീറ്റർ ഉയരമുണ്ടായിരുന്നു. ശ്രീബുദ്ധൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം 8ആയി ഭാഗിച്ച് 8 സ്തൂപങ്ങളിൽ അടക്കം ചെയ്തിരുന്നു. അതിലൊന്ന് ഈ സ്തൂപത്തിനുള്ളിലായിരുന്നു. പിന്നീട് അശോക ചക്രവർത്തിയുടെ കാലത്ത് സ്തൂപത്തിന് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും വലുതാക്കുകയും ചെയ്തു.
ഇതിൻ്റെ തറയുടെ ഭാഗം അശോക ചക്രവർത്തിയുടെ കാലത്തേതാണ്. വശങ്ങളിലുള്ള കൊത്തുപണികളോട് കൂടിയ കൽപ്പാളികൾ ഗുപ്ത കാലഘട്ടത്തിലേതാണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ കുറേ ബുദ്ധമതവിശ്വാസികൾ സ്തൂപത്തിന് മുന്നിൽ പ്രാർത്ഥനയിലായിരുന്നു. കുറച്ച് സമയം ആ പ്രാർത്ഥന ഞങ്ങൾ ശ്രദ്ധിച്ചു നിന്നു. വലിയ സ്തൂപം ചുറ്റും നടന്നു കണ്ട് ഫോട്ടോകളെടുത്തു. അവിടെ നിന്നും ഞങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നു. ധാരാളം ചെറിയ സ്തൂപങ്ങളും കെട്ടിടങ്ങളുടെ തറയും മറ്റും നിൽക്കുന്നു. 1793-94 കാലത്ത് ബനാറസ് രാജാവായിരുന്ന ജഗത് സിംഗ് വാരണാസിയിലെ ജഗത്ഗഞ്ചിലെ മാർക്കറ്റ് നിർമ്മിക്കുന്നതിന് ഇവിടെയുണ്ടായിരുന്ന സ്തൂപം പൊളിച്ചെടുക്കുന്നതിനിടയിൽ പച്ച മാർബിൾ പെട്ടിയിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഗവേഷണം നടത്തിയതിനെ തുടർന്നാണ് ധമേക് സ്തൂപം വീണ്ടും ശ്രദ്ധയിലേക്ക് എത്തുന്നത്. ജഗത് സിംഗ് രാജാവ് പൊളിച്ചു നീക്കിയ സ്തൂപമാണ് ധർമ്മരാജിക സ്തൂപം. ഇവിടെയുണ്ടായിരുന്ന പല ബുദ്ധശില്പങ്ങളും ജഗത് സിംഗിന്റെ പാലസിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ ഇഷ്ടിക നിർമ്മിതികൾക്കിടയിലൂടെ നടന്ന് നടുവിലായുള്ള ബുദ്ധക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്കടുത്തെത്തി. മുളകന്തകുട്ടി വിഹാരം എന്ന ഈ വിഹാരം നിൽക്കുന്ന സ്ഥലമാണ് ശ്രീബുദ്ധൻ ധ്യാനത്തിനായി ഉപയോഗിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്നു. ഉള്ളിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. ഇതിനു മുന്നിലാണ് സാരാനാഥിലെ വിഖ്യാതമായ അശോക സ്തംഭം സ്ഥിതി ചെയ്തിരുന്നത്. അതിൻ്റെ പോളിഷ്ഡ് ആയ തൂണ് കഷണങ്ങളായി വീണ് കിടക്കുന്നു. അത് ഒരു ചില്ലുകൂട്ടിലാക്കി ഇന്ന് സംരക്ഷിച്ചിരിക്കുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പഴയ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്ന് പാർക്ക് മുഴുവനായി കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഫോട്ടോകളെടുത്ത് പുറത്തേക്ക് നടന്നു. വിസ്മൃതിയിലാണ്ട ഈ നിർമ്മിതികൾ 18-19 നൂറ്റാണ്ടുകൾ വരെ ജൈന കേന്ദ്രമായിരുന്നു. 18-19 നൂറ്റാണ്ടുകളിൽ ഈ മോണുമെന്റ്സ് എക്സ്കവേഷൻ എന്ന പേരിൽ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. 1835-36 കാലഘട്ടത്തിൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ് ശാസ്ത്രീയമായി ഈ മോണുമെന്റ്സ് പര്യവേഷണത്തിന് വിധേയമാക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. പുറത്തെ കടകളിൽ ബുദ്ധിസ്റ്റ് ശില്പങ്ങളും സുവനീറുകളും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു. സാരാനാഥ് മ്യൂസിയം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് നടന്നു. 1904 സർ ജോൺ മാർഷലിന്റെ നിർദ്ദേശപ്രകാരം 1910 നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു മ്യൂസിയമാണ് ഇത്. ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ പകുതി നിൽക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം ദേശീയ ചിഹ്നമായ അശോക സ്തംഭവും അശോക ചക്രവുമാണ്. കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. 4 ഏഷ്യൻ സിംഹങ്ങൾ പരസ്പരം പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ശില്പം. ഇതിനു മുകളിലായിട്ടായിരുന്നു അശോക ചക്രം എന്നറിയപ്പെട്ടിരുന്ന ധർമ്മചക്രം സ്ഥാപിച്ചിരുന്നത്. അതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങളെ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അത് അശോക സ്തംഭത്തിന് പിന്നിലായി ചുവരിൽ സ്ഥാപിച്ചിരിക്കുന്നു. മ്യൂസിയത്തിലെ കൂടുതൽ കാഴ്ചകൾക്കായി നിൽക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ഓട്ടോയിൽ വാരണാസിയിലേക്കുള്ള തിരിച്ചു ഉള്ള യാത്ര ആരംഭിച്ചു. വഴിയിൽ സാരാനാഥിൽ തന്നെയുള്ള 80 അടി ഉയരമുള്ള ബുദ്ധപ്രതിമ സന്ദർശിച്ചു. 2011 നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു വലിയ പ്രതിമയാണ് ഇത്. അതിൻ്റെ അടുത്തായുള്ള ചൗക്കണ്ടി സ്തൂപത്തിനടുത്തും നിർത്തി ഫോട്ടോകളെടുത്തു. 7-8 നൂറ്റാണ്ടുകളിൽ ഒരു ടെറസ്ഡ് ടെമ്പിളായി നിർമ്മിക്കപ്പെട്ട ഒരു ബുദ്ധിസ്റ്റ് മോണ്യുമെന്റ് ആയിരുന്നു ഇത്. ശ്രീബുദ്ധനും അദ്ദേഹത്തിൻ്റെ ശിഷ്യരും വീണ്ടും കണ്ടുമുട്ടിയ സ്ഥലം എന്ന നിലയ്ക്ക് ആണ് ഇത് ഇവിടെ നിർമ്മിച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിൽ വാരണാസി റെയിൽവേ സ്റ്റേഷന്റെ എതിർഭാഗത്തുള്ള ഹോട്ടൽ നീൽ ഗഗൻ എന്ന ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. വീണ്ടും കാശിയിലെ കാഴ്ചകൾക്കായി ഇറങ്ങി. ഒരു ഓട്ടോയിൽ ഞങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നീങ്ങി. ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് വല്ലാതെ വലഞ്ഞു. ഓൺലൈനായി സ്പെഷ്യൽ ക്യൂ ടിക്കറ്റ് എടുത്തിരുന്നതിനാൽ ഞങ്ങൾ ആദ്യം ടെമ്പിളിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഓഫീസിലേക്ക് നീങ്ങി. അവിടെ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായില്ല. ഗേറ്റ് 4 പ്രവേശിക്കാൻ നിർദ്ദേശം കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് നടത്തം തുടർന്നു. ഹോട്ടലിൽ നിന്നിറങ്ങി ക്ഷേത്രത്തിൻ്റെ ഗേറ്റിലെത്തിയപ്പോഴേക്കും 1.25 മണിക്കൂർ കഴിഞ്ഞിരുന്നു. സ്പെഷ്യൽ ദർശനത്തിൻ്റെ ടിക്കറ്റ് കാണിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. ഈ ഗേറ്റിലൂടെ പ്രവേശിക്കുമ്പോഴാണ് ഗ്യാൻവാപി മോസ്ക് കാണാനാവുക. 2017 ഞങ്ങൾ അതിനുള്ളിൽ പ്രവേശിച്ചിരുന്നു. എന്നാൽ ഇന്ന് അത് പൂർണ്ണമായും അടച്ചിരിക്കുന്നു. പിൻഭാഗത്തായി ക്ഷേത്രത്തിൻ്റെ ഭാഗമെന്ന് തോന്നുന്ന തരം നിർമ്മിതികൾ നമുക്ക് കാണാം. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ കോറിഡോറിൻ പ്രൊജക്ടിൻ്റെ ഭാഗമായി നിർമ്മിച്ച വഴികളിലൂടെയാണ് നാം ഇപ്പോൾ നടക്കുന്നത്. 2017 ഇവിടെ എത്തിയപ്പോൾ വളരെ ചെറിയ ഇടവഴികളിലൂടെ നടന്നാണ് ക്ഷേത്രത്തിലെത്തിയത്. ഞങ്ങൾ സ്പെഷ്യൽ ക്യൂവിൻ്റെ പിന്നിലെത്തിയെങ്കിലും ക്യൂവിൽ നിൽക്കാതെ നടത്തം തുടർന്ന് ക്ഷേത്രത്തിന് മുന്നിലെ പ്രധാന ഗേറ്റിന് മുന്നിലെത്തി. ഈ കവാടവും പുതിയതായി നിർമ്മിച്ചതാണ്. ഉള്ളിൽ ക്ഷേത്രഗോപുരം നമുക്ക് കാണാം. അന്വേഷിച്ചപ്പോൾ സ്പെഷ്യൽ ക്യൂവിൽ നിന്നാൽ ഏതാണ്ട് 2.5 മണിക്കൂറും സാധാരണ ക്യൂവിൽ നിന്നാൽ ഏതാണ്ട് 4 മണിക്കൂറും ക്യൂ നിന്നാൽ മാത്രമേ
ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുമുള്ളൂ. അതിനാൽ 2017 എക്സ്പീരിയൻസ് ഓർത്ത് ഒരു പണ്ഡിറ്റിനെ കണ്ട് ഉള്ളിൽ കയറാനാകുമോ എന്ന് അന്വേഷിച്ചു. സാധ്യമല്ല എന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ചപ്പോൾ 15 മിനിറ്റിനകം ദർശനം നടത്തി തരാമെന്നേറ്റു. 10 മിനിറ്റിനുള്ളിൽ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അല്ലെങ്കിൽ ഇന്ന് രാത്രി വരെ ഞങ്ങൾ ഈ ക്യൂവിൽ നിന്ന് സമയം കളഞ്ഞേനെ. 2017 ഇവിടെ വന്നപ്പോഴും ഒരു പണ്ഡിറ്റ് ഞങ്ങളെ നേരെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോകളെടുത്ത് സ്പെഷ്യൽ ദർശനത്തിൻ്റെ ബുക്കിങ്ങിൻ്റെ ഭാഗമായി ഓപ്റ്റ് ചെയ്തിരുന്ന രുദ്രാക്ഷമാല വാങ്ങുന്നതിനായി തിരിച്ച് ഹെൽപ്പ് ഡെസ്കിലേക്ക് നീങ്ങി. ഇപ്പോൾ തിരക്ക് വർദ്ധിച്ച് നടക്കാനാവാത്ത വിധമായിരിക്കുന്നു. കുംഭമേളയ്ക്ക് എത്തുന്ന ഭക്തരെല്ലാവരും ഇവിടം സന്ദർശിക്കുന്നുണ്ട്. അതിനാലാണ് ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത്. ഞങ്ങൾ അവിടെ നിന്നും ഗംഗാ നദിക്കരയിലേക്ക് നടന്നു. വീതി കുറഞ്ഞ പുരാതന പാതയിലൂടെ പഴയ കെട്ടിടങ്ങൾക്കിടയിലൂടെ നടന്നു. കാശി വിശ്വനാഥ ക്ഷേത്രം 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഉണ്ടായിരുന്ന പുരാതന ക്ഷേത്രം ആദി വിശ്വേശ്വർ ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1194 മുഹമ്മദ് ഘോറി ബനാറസ് പിടിച്ചെടുത്തപ്പോൾ ആ ക്ഷേത്രം തകർത്തു. പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടുവെങ്കിലും ഇൽത്തുമിഷിന്റെ കാലത്തും സിക്കന്ദർ ലോധിയുടെ കാലത്തും തകർക്കപ്പെട്ടു. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് രാജ മാൻസിംഗ് ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിക്കാൻ ആരംഭിച്ചു. രാജ ടോഡർ മാളിന്റെ ഭരണകാലത്ത് 1585 ഈ നിർമ്മാണം പൂർത്തീകരിച്ചു. ജഹാംഗീറിന്റെ കാലത്ത് വീർ സിംഗ് ദേവോ ഈ ക്ഷേത്രം കൂടുതൽ ആകർഷകമാക്കി. എന്നാൽ 1669 ഔറംഗസേബിന്റെ കാലത്ത് ക്ഷേത്രം തകർക്കുകയും അവിടെ ഈ ഗ്യാൻവാബി മോസ്ക് സ്ഥാപിക്കുകയും ചെയ്തു. 1742 മറാത്ത രാജാവ് മൽഹർ റാവു ഹോൾക്കർ ഈ മസ്ജിദ് തകർക്കാനും ക്ഷേത്രം പണിയാനും ശ്രമിച്ചുവെങ്കിലും അവധിലെ നവാബിന്റെ ഇടപെടൽ കാരണം അത് ഉപേക്ഷിക്കേണ്ടി വന്നു. 1780 മൽഹർ റാവുവിന്റെ മരുമകളായ അഹല്യാഭായ് ഹോൾക്കർ ഇന്ന് കാണുന്ന ക്ഷേത്രം നിർമ്മിച്ചു. 1828 ഗ്വാളിയർ രാജാവായിരുന്ന ദൗളത് റാവു സിന്ധ്യയുടെ വിധവ ബൈസാഭായി ക്ഷേത്രത്തിന് ചുറ്റും തൂണുകളോടുകൂടിയ മണ്ഡപം നിർമ്മിച്ചു. 1835 സിഖ് രാജാവായ മഹാരാജ രഞ്ജിത് സിംഗിന്റെ ഭാര്യ മഹാറാണി ദത്തർ കൗർ ക്ഷേത്ര ഗോപുരം സ്വർണം പൊതിയാൻ വേണ്ടി 1 ടൺ സ്വർണം നൽകി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ വിശ്വനാഥ ക്ഷേത്രം പൂർത്തീകരിക്കുന്നത്. ഇടയ്ക്കൊരു ചായ കുടിച്ച് 4:15 ഞങ്ങൾ മണികർണിക ഘട്ടിനടുത്തേക്കെത്തി. ചിത കത്തിക്കുന്നതിനുള്ള വിറകുകൾ അടുക്കി വച്ചിരിക്കുന്നു. ഹിന്ദു വിശ്വാസമനുസരിച്ച് ഒരാളുടെ കർമ്മഫലമനുസരിച്ച് മരണശേഷം അയാൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു. എന്നാൽ മണികർണിക ഘട്ടിൽ മരണാനന്തര ക്രിയകൾ നടത്തിയാൽ പുനർജന്മ ചക്രം തകർക്കപ്പെടുമെന്നും അയാൾക്ക് മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോഴും ധാരാളം ചിതകൾ കത്തുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഗംഗാതീരത്തേക്ക് നടന്നു. വരും വഴി തർക്കേശ്വർ മഹാദേവ ക്ഷേത്രം കണ്ടു. ഇതും 1795 അഹല്യാഭായ് ഹോൾക്കർ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. ഇവിടെ വെച്ചാണ് പരമശിവൻ താരകമന്ത്രം, അതായത് മോക്ഷമന്ത്രം ചൊല്ലിയതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ധാരാളം ക്ഷേത്രങ്ങൾക്കിടയിലൂടെ നടന്ന് ഞങ്ങൾ വാരണാസി ഘട്ടുകളുടെ ചിത്രങ്ങളിലെ സ്ഥിരം കാഴ്ചയായ രത്നേശ്വർ ക്ഷേത്രത്തിനടുത്തേക്കെത്തി. വാരണാസിയിലെ ചെരിഞ്ഞ ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്. സതീദേവിയുടെ കർണാഭരണം എവിടെയാണ് വീണത് എന്ന നിലയിലാണ് ഈ സ്ഥലത്തിന് മണികർണിക ഘട്ട് എന്ന പേര് വന്നത്. ഈ വൈകുന്നേരം സൂര്യൻ്റെ അസ്തമകിരണങ്ങൾ ചിതയിൽ നിന്ന് ഉയരുന്ന പുകയിലൂടെ കാണുന്ന കാഴ്ച ഒരു പ്രത്യേക കാഴ്ച തന്നെയായിരുന്നു. നദിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നദിക്കരയിലൂടെ ഞങ്ങൾ കിഴക്കോട്ട് നടന്നു. സിന്ധ്യാഘട്ടും കടന്ന് രാംഘട്ടിൽ നിന്ന് ഞങ്ങളൊരു തോണിയിൽ കയറി എല്ലാ ഘട്ടുകളും കാണുന്നതിന് വേണ്ടി പോയി. നദി ഇന്ന് ഒട്ടും മലിനമല്ല എന്ന് നമുക്ക് പറയാം. മുമ്പൊക്കെ പലപ്പോഴും മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഒഴുകി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തവണ അതില്ല. ഈ വൈകുന്നേരം ഘട്ടുകൾ കണ്ടുകൊണ്ടുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. മനുഷ്യൻ തുടർച്ചയായി അധിവസിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്നാണ് വാരണാസി. കാശി എന്ന പേര് ആണ് ഈ നഗരത്തിൻ്റെ ഏറ്റവും പഴയ പേര്. 2500 വർഷം മുമ്പ് ഇവിടം കേന്ദ്രമായി നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു കാശി. BC 6-ാം നൂറ്റാണ്ടിൽ ശ്രീബുദ്ധൻ തൻ്റെ ആദ്യ സാരോപദേശം നൽകിയ സ്ഥലവും ഇതിനടുത്ത് തന്നെയാണ്. 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരാണ് കാശിയിലെ ഔദ്യോഗിക ആരാധനയായി ശിവാരാധന നടപ്പിലാക്കുന്നത്. തുളസിദാസ്, കബീർദാസ്, രവിദാസ് എന്നിവരൊക്കെ ഈ പുരാതന നഗരത്തിൽ നിന്നുള്ളവരായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ രജപുത്രരാണ് ഇന്ന് കാണുന്ന മിക്കവാറും ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് പിന്നിൽ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് അവധ് എന്ന രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഈ നഗരം ബനാറസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1775 ഫൈസാബാദ് ഉടമ്പടി പ്രകാരം
ഈ നഗരവും അവധ് രാജ്യവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി മാറി. സ്വാതന്ത്ര്യാനന്തരം വാരണാസി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നു. ഗംഗയുടെ 2 കൈവഴികളാണ് വരുണയും അസിയും. വരുണ നദി ഈ നഗരത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നും അസി നദി നഗരത്തിന്റെ തെക്ക് ഭാഗത്തു നിന്നും ഗംഗയിലേക്ക് ചേരുന്നു. ഈ ചെറിയ നദികളുടെ പേരിലാണ് വാരണാസി എന്ന പേര് വന്നത്. പുരാതന കാലത്ത് ഒരു പ്രധാന പഠനകേന്ദ്രം എന്ന നിലയിൽ ആണ് കാശി എന്ന പേര് വന്നത്. കാശി എന്ന വാക്കിന്റെ അർത്ഥം സിറ്റി ഓഫ് ലൈറ്റ് എന്നാണ്. ഹിന്ദു വിശ്വാസമനുസരിച്ച് പരമശിവനാണ് ഈ നഗരം സ്ഥാപിച്ചത്. ബ്രഹ്മാവുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം ബ്രഹ്മാവിന്റെ 5ാമത്തെ തലയുമായി ശിവൻ ഇവിടേക്ക് വന്നുവെന്നും ഇവിടെ വെച്ച് ബ്രഹ്മാവിന്റെ തല നിലത്ത് വീണ് അപ്രത്യക്ഷമായെന്നും വിശ്വസിക്കുന്നു. അതിനാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യസ്ഥലമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഏതാണ്ട് 40 മിനിറ്റോളം ബോട്ടിംഗ് കഴിഞ്ഞ് 5:30 ഞങ്ങൾ ഗംഗ ആരതി കാണുന്നതിന് വേണ്ടി തിരിച്ചെത്തി. മുൻഷി ഘട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ കയറി ദശാശ്വമേധ ഘട്ടിന്റെ ഭാഗത്തേക്ക് നീങ്ങി നിന്ന് ആരതി കണ്ടു. ഈ ഘട്ടിൽ വെച്ചാണ് ബ്രഹ്മാവ് 10 അശ്വമേധ യാഗങ്ങൾ നടത്തിയതെന്നും അതിനാലാണ് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നു. അതല്ല, പരമശിവനെ സ്വീകരിക്കാൻ ബ്രഹ്മാവ് സജ്ജീകരിച്ച സ്ഥലമാണ് ഇതെന്നും പറയപ്പെടുന്നു. ഇന്ന് കാണുന്ന ഈ ഘട്ട് 1748 പേഷ്വ ബാലാജി ബാജിറാവു നിർമ്മിക്കുകയും 1774 അഹല്യാഭായ് ഹോൾക്കർ നവീകരിക്കുകയും ചെയ്ത ഒന്നാണ്. ജീവന്റെയും വിശുദ്ധിയുടെയും സ്രോതസ്സായി കണക്കാക്കപ്പെടുന്ന ഗംഗാ നദിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു ആചാരമാണ് ഗംഗ ആരതി. 7:10 ആരതി കഴിഞ്ഞ് തിരക്കിലൂടെ ഞങ്ങൾ നടന്നു. അവസാന കുറേ ഭാഗത്ത് ഓട്ടോയിലും യാത്ര ചെയ്ത് 8 മണിയോടുകൂടി വാരണാസി റെയിൽവേ സ്റ്റേഷനിലെത്തി. 3 നേരത്തെ ഭക്ഷണവും ഒന്നിച്ചു കഴിച്ച് 8:30 ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. നല്ല തണുപ്പായിരുന്നതിനാൽ നേരത്തെ കിടന്നുറങ്ങി. ജനുവരി 23 ഞങ്ങളുടെ യാത്രയുടെ 2ാം ദിവസം രാവിലെ 5:15 ഞങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങി നേരെ വാരണാസി റെയിൽവേ സ്റ്റേഷനിലെത്തി. 6 മണിക്കുള്ള ഡൽഹി വന്ദേ ഭാരതിൽ പ്രയാഗ്രാജിലേക്ക് യാത്ര തിരിച്ചു. ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോയി കുംഭമേള ഗ്രൗണ്ടിൽ വൈകുന്നേരം വരെ സമയം ചെലവഴിക്കും. അതിനുശേഷം അവിടെ നിന്ന് അയോധ്യയിലേക്ക് യാത്ര തിരിക്കും. അതാണ് ഇന്നത്തെ പ്ലാൻ. 8 മണിയോടുകൂടി ഞങ്ങൾ പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ യാത്ര തിരിച്ചു. കുംഭമേളയുടെ ഭാഗമായി പ്രധാന ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്കുള്ള റോഡുകളിലെല്ലാം വാഹനങ്ങൾക്ക് നിരോധനമാണ്. അതിനാൽ ഓട്ടോക്കാരൻ ഞങ്ങളെ യമുന ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ബോട്ട് ഹൗസിൽ കൊണ്ടുവന്നാക്കി. അത് ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലാത്ത ഒന്നായിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോൾ അത് വളരെ നന്നായി എന്ന് തോന്നി. അവിടെ കുറേ അന്വേഷിച്ച് കുംഭമേളയുടെ പ്രധാന കേന്ദ്രമായ ഗംഗാ യമുന നദീ സംഗമ സ്ഥലത്തേക്ക് ഒരു തോണിയിൽ യാത്ര തിരിച്ചു. യമുന നദിയിലൂടെയുള്ള ബോട്ടിംഗ് വളരെ ആകർഷകമായ ഒന്നായിരുന്നു. നല്ല തെളിഞ്ഞ വെള്ളം, നദിയിൽ ധാരാളം തീർത്ഥാടകരുമായി പോകുന്ന വള്ളങ്ങൾ, ധാരാളം പക്ഷികൾ എന്നിവയൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര. അതിപുരാതനമായ ഒരു നഗരമാണ് പ്രയാഗ്രാജ്. ഋഗ്വേദത്തിലാണ് ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ആദ്യ പരാമർശം. ലേറ്റർ വേദിക് കാലഘട്ടത്തിൽ കൊസാംബി എന്ന പേരിൽ ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു. ജൈന വിശ്വാസമനുസരിച്ചും ഈ നഗരം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആദ്യ ജൈന തീർത്ഥങ്കരനായ ഋഷഭദേവന് കേവല ജ്ഞാനം ലഭിച്ചത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കുന്നു. വേദകാലഘട്ടം മുതൽ ഗുപ്ത കാലഘട്ടം വരെ ഇത് ഒരു പ്രധാന നഗരമായിരുന്നു. പ്രയാഗ്രാജ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയാഗുകളുടെയെല്ലാം രാജാവ്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാഗ് എന്നൊക്കെയാണ്. 10 മണിയോടെ ഞങ്ങൾ സംഗമ സ്ഥലത്തെത്തി. ഒരു കരയിലല്ല ഈ തോണി നിർത്തിയത്. ഗംഗാ യമുന നദീ സംഗമത്തിൻ്റെ മധ്യത്തിലായുള്ള ഒരു മൺതിട്ടയിലാണ് 100 കണക്കിന് തോണികൾ ഇവിടെ നിർത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഇവിടെ സന്ദർശിച്ചപ്പോൾ സ്നാനം നടത്തിയ സ്ഥലവും ഇതുതന്നെയാണ്. അവിടെ ഞങ്ങൾ മുട്ടപ്പം വെള്ളത്തിലൂടെ നടന്നു. രമേശ മാഷും സുനിൽ മാഷും സ്നാനം നടത്തി. ഹിന്ദു വിശ്വാസമനുസരിച്ച് ഗംഗ യമുന നദികൾക്ക് പുറമെ സരസ്വതി നദി കൂടി ഭൂമിക്കടിയിൽ നിന്ന് ചേരുന്നെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ ചുറ്റും നദിയാണ്. ഒരു ഭാഗത്തുകൂടി ഗംഗാ നദിയും മറുഭാഗത്തുകൂടി യമുന നദിയും ഒഴുകുന്നു. ഋഗ്വേദത്തിൽ മുതൽ പ്രയാഗ്രാജിലെ മഹാസ്നാനത്തെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാം. ശ്രീബുദ്ധൻ്റെ പഠിപ്പിക്കലുകളിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഹിന്ദു വിശ്വാസമനുസരിച്ച് ഇവിടെ സ്നാനം നടത്തുന്നതിലൂടെ ഒരാളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാമെന്നും അതിലൂടെ മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. പിൽക്കാല രചനകളായ ഭാഗവതം, വിഷ്ണുപുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങളനുസരിച്ച് പാലാഴി മഥനത്തിൽ ലഭിച്ച അമൃത് ഗരുഡൻ കൊണ്ടുപോകും വഴി തുളുമ്പി പ്രയാഗിലും ഹരിദ്വാറിലും ഉജ്ജയിനിലും നാസിക്കിലും വീണുവെന്നും അതിനാൽ കുംഭമേളയിൽ പങ്കെടുത്താൽ ആയുരാരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു.
പ്രയാഗ്രാജിലെ മഹാസ്നാനം എന്നറിയപ്പെട്ട ഈ ചടങ്ങുകൾ 1858 ശേഷമാണ് പ്രയാഗ്രാജിലെ കുംഭമേള എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഹരിദ്വാറിലെ സ്നാനമാണ് കുംഭമേള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. കുറച്ച് സമയം ഈ യഥാർത്ഥ സംഗമ സ്ഥലത്തുകൂടി നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് 10:30 തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ഒരു വശത്ത് അലഹബാദ് കോട്ട നമുക്ക് കാണാമായിരുന്നു. മറുകരയിൽ കുംഭമേളയോടനുബന്ധിച്ച് നിർമ്മിച്ച താൽക്കാലിക താമസ സൗകര്യങ്ങളും കാണാമായിരുന്നു. ഏതെങ്കിലും ഒരു കരയിൽ തോണി അടുപ്പിക്കാൻ പറഞ്ഞെങ്കിലും പോലീസുകാർ അതിന് അനുവദിച്ചില്ല. അതിനാൽ തിരികെ യാത്ര നടത്തി 11:45 യമുന ബ്രിഡ്ജിൻ്റെ അടിയിൽ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവന്നാക്കി. അവിടെ നിന്ന് റോഡിലേക്ക് കയറി കുംഭമേള നടക്കുന്ന ഗ്രൗണ്ട് ലക്ഷ്യമാക്കി നടത്തം തുടങ്ങി. ഏതാണ്ട് 4 കിലോമീറ്റർ ദൂരം നടന്നു വേണം ത്രിവേണി സംഗമത്തിലെത്താൻ. ഗുപ്ത കാലഘട്ടത്തിന് ശേഷം പിന്നീട് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയും തന്ത്രപ്രധാനമായൊരു നഗരമായി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഇവിടെ 1584 ഒരു കോട്ട പണികഴിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ നഗരത്തിന് ഇലഹാബാദ് എന്ന പേര് നൽകി. പിന്നീട് ഷാജഹാൻ ഇതിൻ്റെ പേര് അലഹബാദ് എന്നാക്കി മാറ്റി. ബ്രിട്ടീഷ് ഭരണകാലത്തും ആ പേര് തന്നെ തുടർന്നു. 2018 ഒക്ടോബറിൽ നഗരത്തിൻ്റെ പേര് വീണ്ടും പ്രയാഗ്രാജ് എന്നാക്കി മാറ്റി. നടന്ന് ഏതാണ്ട് 1 മണിയോടുകൂടി ഞങ്ങൾ VIP ഘട്ട് എന്നറിയപ്പെടുന്ന ഗംഗയുടെയും യമുനയുടെയും വെള്ളം ചേരുന്ന കരഭാഗത്തുള്ള സംഗമ സ്ഥലത്തെത്തി. വിശിഷ്ട വ്യക്തികൾ വന്ന് സ്നാനം നടത്തുന്ന സ്ഥലമാണ് ഇത്. അവിടെ സ്നാനത്തിന് നിൽക്കാതെ ഗ്രൗണ്ടിലൂടെയുള്ള നടത്തം തുടർന്നു. ഇവിടെ നിലം മുഴുവൻ ഉണക്കപ്പുല്ലിട്ട് പൊടി, ചെളി എന്നിവ ഇല്ലാതാക്കിയിരിക്കുന്നു. അതുപോലെ വഴികൾ മുഴുവൻ കമ്പുകൊണ്ട് കെട്ടിത്തിരിച്ചിരിക്കുന്നു. ബാക്കി ഭാഗം സന്ദർശകർക്ക് വിശ്രമിക്കാനുള്ള ഏരിയയാക്കി മാറ്റിയിരിക്കുന്നു. ധാരാളം പോലീസുകാരും വളണ്ടിയർമാരും സന്ദർശകരെ സഹായിക്കാനായി നിൽക്കുന്നു. ഞങ്ങൾ ഗ്രൗണ്ടിലെത്തിയപ്പോൾ അതിഭയങ്കരമായ തിരക്കായിരുന്നു. പക്ഷേ പൊതുവെ തിരക്ക് കുറഞ്ഞ ഒരു ദിവസമായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ആഘോഷമാണ് പ്രയാഗ്രാജ് കുംഭമേള. ഇത്തവണത്തെ കുംഭമേളയിൽ 66 കോടി ആൾക്കാരാണ് പങ്കെടുത്തതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ എത്തിയ ദിവസം വെറും 55 ലക്ഷം ആളുകൾ മാത്രമാണ് സന്ദർശിച്ചത്. ഞങ്ങൾ അവിടെ നിന്ന് താൽക്കാലിക പാലങ്ങളുടെ അടുത്തേക്ക് നടന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോകളെടുത്ത് ആ താൽക്കാലിക പാലത്തിലൂടെ അക്കരെ കടന്ന് സന്യാസിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിക്കാനായി നീങ്ങി. യമുനാ നദിയിലെ വെള്ളം വളരെ തെളിഞ്ഞതാണെങ്കിൽ ഗംഗാ നദിയിലെ വെള്ളം കലങ്ങിയതാണ്. ഗംഗാ നദിക്കക്കരെയാണ് നാഗസന്യാസിമാരുടെയും അഘോരികളുടെയും ആശ്രമങ്ങൾ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവ് വരെ അഖാഡകളാണ് കുംഭമേള നടത്തിയിരുന്നത്. പ്രധാനമായും 13 അഖാഡകളാണ് ഉള്ളത്. അതിൽ 7 ശൈവ അഖാഡകളും 3 വൈഷ്ണവ അഖാഡകളും 3 സിഖ് അഖാഡകളുമാണ് ഉള്ളത്. കുംഭമേളയിലെ സ്നാന സമയം, സ്നാനഘട്ടങ്ങൾ എന്നിവയുടെ പേരിൽ അഖാഡകൾ തമ്മിലുള്ള സംഘർഷങ്ങളാണ് കുംഭമേളയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന ഗവൺമെൻറ് കുംഭമേളയ്ക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തിവരുന്നു. ആശ്രമങ്ങൾക്കിടയിലൂടെ ഞങ്ങൾ നടന്നു. പല ആശ്രമങ്ങളിൽ നമുക്ക് പ്രവേശനമില്ല. ധാരാളം സന്യാസിമാരെ വഴിയിലും ആശ്രമങ്ങളിലും വെച്ച് നമുക്ക് കാണാമായിരുന്നു. ഭൂരിഭാഗം സന്യാസിമാരും വസ്ത്രങ്ങൾ ധരിച്ചവരായിരുന്നു. വളരെ കുറച്ച് സന്യാസിമാർ മാത്രമേ നഗ്നരായി നിന്ന് ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകാനായി നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിൽ നാഗസന്യാസിമാരാണ് നഗ്നരായി ജീവിക്കുന്നത്. അഘോരികൾ മൃഗത്തോലോ വസ്ത്രങ്ങളോ ധരിക്കുന്നുണ്ട്. ഇന്ന് മിക്കവാറും നാഗസന്യാസിമാരും അഘോരികളും വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. സ്നാനത്തിന് പോകുമ്പോൾ മാത്രം നഗ്നരായി നാഗസന്യാസിമാർ പോകുന്നു. അങ്ങനെ ഈ ആശ്രമങ്ങൾക്കിടയിലൂടെ നടന്ന് മടുത്ത് ഏതാണ്ട് 2:30 ഞങ്ങൾ തിരികെ ഗംഗാ നദി മുറിച്ചു കിടക്കാൻ തീരുമാനിച്ചു. മറ്റൊരു പാലത്തിലൂടെ ആദ്യം വന്ന കരയിലേക്ക് നടന്നു. ക്ഷീണം അധികരിച്ചിരുന്നതിനാൽ കൂടുതൽ കാഴ്ചകൾക്ക് നിൽക്കാതെ പ്രയാഗ്രാജ് സംഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. പോകും വഴിയും ധാരാളം താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കാണാമായിരുന്നു. കാഴ്ചകൾ കണ്ട് ചെറിയ വഴികളിലൂടെ നടന്ന് 3:10 സംഗം റെയിൽവേ സ്റ്റേഷനിലെത്തി. രാവിലെ മുതൽ പട്ടിണി ആയിരുന്നതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭക്ഷണം കഴിച്ച് 6:30 വരെ വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു. ഇവിടെ നിന്ന് സരയൂ എക്സ്പ്രസ് ട്രെയിനിൽ ഞങ്ങൾ അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. ജനുവരി 24 ഞങ്ങളുടെ യാത്രയുടെ 3-ാം ദിവസം. ഇന്ന് ഞങ്ങൾ അയോധ്യയിലെ കാഴ്ചകൾ കാണും. അതിനുശേഷം സമയം കിട്ടിയാൽ അവിടെ നിന്ന് ലക്നൌവിലേക്കോ ശരവസ്തിയിലേക്കോ പോയി അവിടുത്തെ കാഴ്ചകൾ കാണും. രാത്രി 11:50 എത്തേണ്ട ഞങ്ങളുടെ ട്രെയിൻ
3.25 മണിക്കൂർ വൈകി രാവിലെ 3:05 അയോധ്യയിലെത്തുന്നത്. മൂടൽമഞ്ഞ് കാരണമാണത്രേ ഇത്രയധികം വൈകിയത്. അവിടെ നിന്ന് ഓട്ടോയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന അതിഥി ഹോം സ്റ്റേയിലെത്തി. ഒരു ഒറ്റപ്പെട്ട സ്ഥലമായിരുന്നതിനാൽ കണ്ടെത്തുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടി. ചെറുതായൊന്ന് മയങ്ങി. രാമജന്മഭൂമി ക്ഷേത്രത്തിൽ രാവിലെ 7 മണിക്കുള്ള ദർശനത്തിന് ടിക്കറ്റ് എടുത്തിരുന്നതിനാൽ രാവിലെ 6:50 ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു. ഒരു പാടത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോം സ്റ്റേയാണ് അത്. രാവിലെ ആയതിനാൽ മൊത്തം കോടയിൽ മൂടിയിരിക്കുന്നു. ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ രാമക്ഷേത്രം ലക്ഷ്യമാക്കി നീങ്ങി. 7:05 ക്ഷേത്ര പരിസരത്ത് എത്തി. വൃത്തിയായി പരിപാലിക്കുന്ന റോഡും പരിസരവും. ഞങ്ങൾ നേരെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. സ്പെഷ്യൽ ക്യൂ ആയതിനാൽ 30 മിനിറ്റിനുള്ളിൽ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. മൊബൈൽ, ക്യാമറ ഒന്നും ഉള്ളിലേക്ക് കയറ്റാത്തതിനാൽ ഫോട്ടോകളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുന്നതേയുള്ളൂ. അതിമനോഹരമായ കൊത്തുപണികളോടുകൂടിയ ഒരു ക്ഷേത്രം. മാരു ഗുർജാര ശൈലിയിലാണ് ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. ഉള്ളിൽ നല്ല വെളിച്ചമുള്ളതിനാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ഭംഗി ആവോളം ആസ്വദിക്കാമായിരുന്നു. പ്രധാന പ്രതിഷ്ഠയായ രാംലല്ല ക്ഷേത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 7:45 ഞങ്ങൾ പുറത്തേക്കിറങ്ങി. 2013 ഈ ഭാഗത്തുകൂടി ഞാൻ വരുമ്പോൾ വളരെ ശോകമായി കിടന്നിരുന്ന ഒരു പ്രദേശമാണ്. പുരാതന കാലം മുതലേ ഹിന്ദു മതവിശ്വാസികൾ ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം രാമജന്മഭൂമിയായി വിശ്വസിച്ചിരുന്നു. എന്നാൽ 1528 ബാബറിൻ്റെ കമാൻഡറായിരുന്ന മിർ ബക്ഷി ബാബറിൻ്റെ നിർദ്ദേശപ്രകാരം രാമജന്മഭൂമിയിൽ ഒരു മസ്ജിദ് പണിതു. ബാബറി മസ്ജിദ് എന്ന് പേര് നൽകുകയും ചെയ്തു. 1853 ആദ്യത്തെ തർക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് ബ്രിട്ടീഷ് അധികാരികൾ 1858 ഒരു ഉത്തരവിലൂടെ ഹിന്ദു മതവിശ്വാസികളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി. പകരം ഹിന്ദു മതവിശ്വാസികൾക്ക് മസ്ജിദിന് പുറത്തെ പ്രാർത്ഥന നടക്കുന്നതിന് ഒരു സ്ഥലം ഒരുക്കി നൽകുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം 1949 ഡിസംബർ 22 രാത്രി, അതായത് 23 പുലർച്ചെ, രാമൻ്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ ഈ മസ്ജിദിനുള്ളിൽ പ്രതിഷ്ഠിക്കുകയും അടുത്ത ദിവസം മുതൽ വിശ്വാസികൾ പ്രാർത്ഥനകൾക്കായി എത്തിത്തുടങ്ങുകയും ചെയ്തു. 1950 ഗവൺമെൻറ് മസ്ജിദ് ഏറ്റെടുക്കുകയും സെക്ഷൻ 145 CRPC പ്രകാരം ഹിന്ദുക്കൾക്ക് പ്രാർത്ഥന നടത്തുന്നതിനായി തുറന്നു കൊടുക്കുകയും ചെയ്തു. 1980കളുടെ അവസാനം രാജീവ് ഗാന്ധിയുടെ കാലത്ത് VHP പ്രവർത്തകർക്ക് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള ശിലാസ്ഥാപനത്തിനുള്ള അനുമതി നൽകി. 1992 ഡിസംബർ 6 BJPയുടെ നേതൃത്വത്തിൽ 1.5 ലക്ഷത്തോളം കർസേവകർ പങ്കെടുത്ത റാലി അക്രമാസക്തമാവുകയും മസ്ജിദ് ഭാഗികമായി തകർക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് രാജ്യവ്യാപകമായ വലിയ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. 1978 2003 നടന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ പ്രകാരം ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടു. 2019 സുപ്രീം കോടതി തർക്കപ്രദേശം രാമക്ഷേത്ര നിർമ്മാണത്തിനായി രൂപീകരിച്ച ട്രസ്റ്റിന് വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടു. 2020 ഫെബ്രുവരി 5 നിർമ്മാണങ്ങൾ ആരംഭിച്ചു. 2024 ജനുവരി 22 ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാക്രമം നടത്തി വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇത്രയധികം സ്വാധീനിച്ച മറ്റൊന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. മറ്റു ക്ഷേത്രങ്ങളെ സന്ദർശിച്ച് ഞങ്ങൾ 9 മണിയോടുകൂടി തിരിച്ച് ഹോം സ്റ്റേയിലെത്തി. നിറയെ ആളുകൾ കാരണം ശരിക്കും ഉറങ്ങാനാവില്ല എന്ന് വന്നതിനാൽ പുറത്തിറങ്ങി ശരാവസ്ഥി ഒഴിവാക്കി ലഖനൗ സന്ദർശിക്കാൻ തീരുമാനിച്ചു. യാത്രയ്ക്കായി ഒരു ടാക്സിക്കാരനെ വിളിച്ചു. ടാക്സിക്കാരൻ വരുന്നതുവരെ ഹോം സ്റ്റേയുടെ പുറകിലുള്ള കടുക് പാടം കാണുന്നതിന് വേണ്ടി നീങ്ങി. മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത്. കുറച്ച് സമയം ഫോട്ടോകളെടുത്ത് വണ്ടി വരാനായി കാത്തുനിന്നു. 10:30 വണ്ടി വന്നു. ഞങ്ങൾ ലഖനൌവിലേക്ക് യാത്ര തിരിച്ചു. 160 കിലോമീറ്റർ ദൂരെയാണ് UPയുടെ തലസ്ഥാനമായ ലഖനൗ. കടുക് പൂത്തു നിൽക്കുന്ന പാടത്തിന് നടുവിലൂടെ യാത്ര ചെയ്ത് 1 മണിയോടെ ഞങ്ങൾ ഓൾഡ് ലഖനൌവിലെ മോണുമെൻറ്റ്സിൻ്റെ പ്രദേശത്തെത്തി. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ 2ാമത്തെ നഗരമാണ് ഇത്. നവാബുമാരുടെ നഗരം, ഇന്ത്യയുടെ കോൺസ്റ്റാന്റിനോപ്പിൾ, കിഴക്കിൻ്റെ സുവർണ നഗരം എന്നൊക്കെ ഇത് വിളിക്കപ്പെടുന്നു. ഐതിഹ്യങ്ങളനുസരിച്ച് ശ്രീരാമൻ്റെ സഹോദരനായിരുന്ന ലക്ഷ്മണന് ഇവിടെ ഒരു കൊട്ടാരമുണ്ടായിരുന്നത്രേ. അതിനാൽ ലഖൻപൂർ എന്ന പേര് വന്നു. ഇത് ലോപിച്ചാണ് ലഖനൗ ആയതെന്ന് പറയപ്പെടുന്നു. മുഗൾ രാജാവായിരുന്ന ജഹാംഗീർ തൻ്റെ വിശ്വസ്തനായിരുന്ന ഷെയ്ഖ് അബ്ദുർ റഹീമിന് ഈ പ്രദേശം അവകാശമായി നൽകി. അദ്ദേഹം ഇവിടെ മാച്ചി ഭവൻ നിർമ്മിക്കുകയും
അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി അറിയപ്പെട്ട ഷെയ്ഖ് സദാസിൻ്റെ ഭരണകേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ അവധിലെ നവാബുമാരുടെ തലസ്ഥാനമായി 1775 ഈ നഗരം മാറിയതോടെയാണ് ലഖ്നൌവിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചത്. ഓൾഡ് ലഖ്നൌവിലെ മിക്കവാറും നിർമ്മിതികൾ അക്കാലത്തേതാണ്. ഫൈസാബാദിലായിരുന്ന അവധിൻ്റെ തലസ്ഥാനം 4ാമത്തെ നവാബ് ആയിരുന്ന അസഫ് ഉദ് ദൗളയാണ് ലഖ്നൌവിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചവയാണ് മിക്കവാറും ഇവിടുത്തെ സ്മാരകങ്ങളെല്ലാം. ഞങ്ങൾ ആദ്യം റുമി ദർവാസ കാണുന്നതിന് വേണ്ടി പോയി. ലഖ്നൌവിൻ്റെ ചിത്രങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ നിർമ്മിതിയുടെ ഫോട്ടോകളാണ്. ടർക്കിഷ് ഗേറ്റ് എന്നും ഇത് അറിയപ്പെടുന്നു. 1784 അസഫ് ഉദ് ദൗളയുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഇത്. അവധ് വാസ്തുകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഇത് കണക്കാക്കപ്പെടുന്നു. തുർക്കിയിലെ ഇസ്താംബുളിലെ സബ്ലൈം പോർത്തെ നിർമ്മിതിയുടെ അതേ ശൈലിയിലാണ് 60 അടി ഉയരമുള്ള ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഓട്ടോയിൽ മറ്റ് നിർമ്മിതികൾ കാണുന്നതിന് വേണ്ടി പോയി. ഈ ഹിസ്റ്റോറിക്കൽ ഏരിയ മുഴുവനും കല്ല് ഭംഗിയാക്കിയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഹുസൈനാബാദ് ക്ലോക്ക് ടവറിനെത്തി. 1881 അന്നത്തെ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്ന സർ ജോർജ് കൂപ്പറിൻ്റെ സന്ദർശനത്തിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു സ്മാരകമാണ് ഇത്. വിക്ടോറിയൻ, ഗോഥിക്, മുഗൾ ശൈലികളുടെ ഒരു സങ്കരമാണ് 220 അടി ഉയരമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ലോക്ക് ടവർ. ഇതിൻ്റെ തൊട്ടു പിന്നിലാണ് ഘണ്ടാഘർ താലാവ്. ഇവ രണ്ടും ഒരുമിച്ച് 1881 അന്നത്തെ നവാബായിരുന്ന നാസിർ ഉദ്ദീൻ ഹൈദറിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്. തൊട്ടടുത്ത് തന്നെയുള്ള സാത്ത് ഖണ്ഡ എന്ന നിർമ്മിതി കാണാൻ നീങ്ങി. നവാബ് മുഹമ്മദ് അലി ഷായുടെ കാലത്ത് നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ 1842 അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്ന് 7 നിലകൾ നിർമ്മിക്കാനിരുന്ന ഇത് 4ാം നിലയിൽ നിർത്തി. മറ്റ് നിർമ്മിതികളൊന്നും കാണാൻ നിൽക്കാതെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഗോമതി നദിയുടെ മുകളിലൂടെ യാത്ര ചെയ്തെങ്കിലും തിരിച്ച് റുമി ദർവാസയുടെ അടുത്തേക്കെത്തി. വെള്ളിയാഴ്ച ആയിരുന്നതിനാൽ ഇവിടുത്തെ പ്രധാന നിർമ്മിതിയായ ബഡാ ഇമാം താര കാണാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പുറത്തു നിന്ന് ഫോട്ടോകളെടുത്തു. 1784 അസഫ് ഉദ് ദൗളയുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഇതും. ഷിയ മുസ്ലിം വിശ്വാസികളുടെ മതപരമായ ചടങ്ങുകൾക്കും മറ്റും ഉപയോഗിക്കുന്ന ഒരു ഹാൾ അല്ലെങ്കിൽ കെട്ടിടത്തിനെയാണ് ഇമാംദാര എന്ന് പറയുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഇമാംദാരയാണ്. ഇതിനു മുന്നിൽ റോഡിന് ഓപ്പോസിറ്റായിട്ടുള്ള നിർമ്മിതിയാണ് നൗബത്ത് ഖാന. സമയവും വിശിഷ്ട അതിഥികളുടെ വരവും ഡ്രം കൊട്ടി അറിയിക്കാനുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. അവിടെ നിന്ന് ഞങ്ങൾ 1:45 അംബേദ്കർ മെമ്മോറിയൽ പാർക്കിലേക്ക് പോയി. 2008 ഏപ്രിൽ 14 അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മായാവതി നാടിന് സമർപ്പിച്ച ഒരു നിർമ്മിതിയാണ് ഇത്. 108 ഏക്കറിലായിട്ടാണ് ഒരു ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ സ്റ്റൈലിൽ ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആനയുടെ പ്രതിമകളോടുകൂടിയ തൂണുകളാണ്. ഓരോ തൂണിലും 4 ആനത്തലകളോടുകൂടിയ ക്യാപിറ്റലാണ് ഉള്ളത്. അത്തരത്തിലുള്ള 44 തൂണുകൾ ഈ കോമ്പൗണ്ടിനുള്ളിലുണ്ട്. ഉള്ളിലെ ഏറ്റവും പ്രധാന നിർമ്മിതി അംബേദ്കർ സ്തൂപമാണ്. ഇതിൻ്റെ പ്രധാന ഭാഗത്ത് കസേരയിൽ പ്രൗഢിയോടെ ഇരിക്കുന്ന അംബേദ്കറിൻ്റെ ബ്രോൺസ് ശില്പമാണ്. വളരെ ആകർഷകമായൊരു നിർമ്മിതിയാണ് ഈ സ്തൂപം. ധാരാളം വലിയ ശില്പങ്ങളാലും കൃത്യതയാർന്ന ലൈറ്റുകളാലും ഇത് ഭംഗിയാക്കിയിരിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പ്രതിബിംബ് സ്ഥൽ എന്ന ഭാഗത്തേക്ക് നീങ്ങി. ഇവിടെ ഇരുവശത്തുമായി 62 ആന പ്രതിമകൾ സ്ഥാപിച്ചിരിക്കുന്നു. BSPയുടെ ചിഹ്നമായ ആനയ്ക്ക് ഇത്തരം പ്രാധാന്യം നൽകി നിർമ്മിച്ച ഈ പാർക്ക് അതിനാൽ തന്നെ വളരെയധികം വിമർശിക്കപ്പെട്ടു. അംബേദ്കറിനല്ല, പകരം BSPക്കും മായാവതിക്കുമാണ് ഈ പാർക്ക് നിർമ്മിച്ചതെന്ന് വരെ വിമർശിക്കപ്പെട്ടു. അവിടെ നിന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഡോക്ടർ ഭീംറാവു അംബേദ്കർ സാമാജിക് പരിവർത്തൻ സംഗ്രഹാലയ കാണാൻ പോയി. അവിടെ ശ്രീനാരായണ ഗുരു, ജ്യോതിറാവു ഫൂലെ, ഛത്രപതി ഷഹൂജി മഹാരാജ, കാൻഷിറാം, മായാവതി എന്നിങ്ങനെയുള്ളവരുടെ പൂർണ്ണകായ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രധാന ഭാഗത്ത് അംബേദ്കറിൻ്റെ ശില്പവും സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ നിന്നും പ്രതിബിംബ സ്ഥൽ വഴി തിരിച്ചുള്ള യാത്രയ്ക്കിടയിലും കുറേ ഫോട്ടോകളെടുത്തു. സമയക്കുറവ് മൂലം ദൃശ്യസ്ഥൽ എന്ന പിരമിഡ്, പരിവർത്തൻ ഗാലറി എന്ന സ്തൂപത്തിന് സമാനമായ നിർമ്മിതികൾ എന്നിവ കാണാൻ നിന്നില്ല. കഠിന വെയിലും ഒരു കാരണമായിരുന്നു. 3 മണിയോടെ ഞങ്ങൾ പുറത്തിറങ്ങി തിരികെ അയോധ്യയിലേക്കുള്ള യാത്ര തിരിച്ചു. സരയൂ നദിക്കരയിലെ ആരതി കാണണം എന്ന ഉദ്ദേശത്തോടുകൂടിയായിരുന്നു യാത്ര. പുരാണങ്ങളനുസരിച്ച് ശ്രീരാമൻ ഉൾപ്പെടെയുള്ള ഇക്ഷ്വാകു രാജാക്കന്മാരുടെ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു അയോധ്യ. ബുദ്ധിസ്റ്റ് പാലി ടെക്സ്റ്റുകൾ അനുസരിച്ച് ഇക്ഷ്വാകു രാജാവായ
സുജാതൻ്റെ തലസ്ഥാനം സാകേത അല്ലെങ്കിൽ അയോധ്യ ആയിരുന്നു എന്നുള്ള വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് ശാക്യ തലസ്ഥാനമായ കപിലവസ്തു സ്ഥാപിച്ചതെന്നും പറയുന്നു. AD 4-ാം നൂറ്റാണ്ട് വരെ ഈ നഗരം സാകേതം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. AD 4-ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജാവായ സ്കന്ദഗുപ്തൻ തൻ്റെ രാജ്യ തലസ്ഥാനം സാകേതത്തിലേക്ക് മാറ്റുകയും പഴയ പേരായ അയോധ്യ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. 1226 അവധ് രാജ്യത്തിൻ്റെ തലസ്ഥാനമായി ഈ നഗരം മാറി. ഇന്ന് ഉത്തർപ്രദേശിൽ ഏറ്റവും അധികം സന്ദർശകർ എത്തുന്ന നഗരമായി അയോധ്യ മാറിയിരിക്കുന്നു. ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് സരയൂ ആരതി കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിനാൽ 6:15 ഞങ്ങൾ അയോധ്യ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. 8:30 വന്ദേ ഭാരതിൽ കയറി ഗോരഖ്പൂരിലേക്ക് പോയി. ട്രെയിനിൽ നിന്ന് ഇന്നത്തെ 3 നേരത്തെ ഭക്ഷണവും ഒന്നിച്ചു കഴിച്ചു. രാത്രി 10:45 ഞങ്ങൾ ഗോരഖ്പൂരിലെത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഹോട്ടൽ ആദർശ് പാലസിൽ ചെക്ക് ഇൻ ചെയ്തു. ജനുവരി 25 ഞങ്ങളുടെ യാത്രയുടെ 4-ാം ദിവസം. ഇന്ന് ഞങ്ങൾ നേപ്പാളിലെ ലുംബിനിയിൽ പോയി തിരിച്ചു വരും. രാവിലെ 6 മണിക്ക് ഒരു കാറിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. നല്ല തണുപ്പ്. നേരം വെളുത്തപ്പോഴേക്കും നല്ല കോടയായിരുന്നതിനാൽ കാഴ്ചകൾ അത്ര മികച്ചതൊന്നുമായിരുന്നില്ല. വളരെ മികച്ച റോഡിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. പല സ്ഥലത്തും റോഡ് നവീകരണം നടക്കുന്നു. ഈ യാത്രയിൽ ആദ്യമായി ഞങ്ങൾ ഡ്രൈവറുടെ നിർബന്ധത്തിന് വഴങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഗോരഖ്പൂരിൽ നിന്ന് 123 കിലോമീറ്റർ ദൂരമാണ് ലുംബിനിയിലേക്ക്. അത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ പ്രധാന നഗരമായ സൊനൌളിലൂടെയാണ്. എന്നാൽ ഞങ്ങളുടെ ഡ്രൈവർ മറ്റൊരു വഴിയിലൂടെ അതിർത്തി മുറിച്ചു കടക്കാൻ തീരുമാനിച്ചു. ഈ വഴിയിലൂടെ പോകുമ്പോൾ ലുംബിനിയിലേക്ക് 95 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അങ്ങനെ കോട മൂടിയ റോഡിലൂടെ യാത്ര ചെയ്ത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയായ കക്രഹ എന്ന സ്ഥലത്തെത്തി. അത്യാവശ്യം വലിയ ഒരു ടൗണാണ്. ഞങ്ങളുടെ വണ്ടി അതിർത്തിയിലെത്തി. പേപ്പറുകൾ ശരിയാക്കുന്നതിനും പരിശോധിക്കുന്നതിനും നിർത്തി. നേപ്പാളിൻ്റെ ഗേറ്റ് കോടയിലൂടെ നമുക്ക് കാണാം. നമ്മുടെ സൈനികർ ആളുകളുടെ ID കാർഡ് പരിശോധിച്ച് കടത്തിവിടുന്നു. ഞങ്ങൾ പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ സൈനികൻ തടഞ്ഞു. സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം മലയാളിയാണ്, കന്യാകുമാരി മാർത്താണ്ഡംകാരൻ. അദ്ദേഹം ഫോട്ടോ എടുക്കാൻ അതോടുകൂടി അനുവദിച്ചു. അദ്ദേഹത്തോടൊപ്പം നിന്നും ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ അതിർത്തി കടക്കാൻ വേണ്ടി നടന്നു. ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് ഔദ്യോഗികമായി ഒരു അന്തർദേശീയ അതിർത്തി മുറിച്ചു കടക്കുന്നത്. മുമ്പ് അരുണാചൽ പ്രദേശിലെ ബുംനയിൽ ഇന്ത്യ ചൈന 0 പോയിന്റിലും മേഘാലയയിൽ ദവുക്കിയിൽ ഇന്ത്യ ബംഗ്ലാദേശ് 0 പോയിന്റിലും പോയിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ടുള്ള അതിർത്തി കടക്കൽ വീഡിയോയിൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്നൊരു മെച്ചം ഉണ്ടായി. ഇവിടെ മുമ്പ് ഇന്ത്യ നേപ്പാൾ സൈനികർ തമ്മിൽ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനാലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 0 പോയിന്റിൽ നിന്ന് കുറച്ച് ഫോട്ടോകളെടുത്തു. ഏതാണ്ട് 20 മീറ്റർ വീതിയിൽ 2 രാജ്യങ്ങളുടെ ഉടമസ്ഥതയിലില്ലാത്ത ഒരു സ്ഥലം, അതാണ് 0 പോയിന്റ്. ഞങ്ങൾ നേരെ നേപ്പാൾ ഗേറ്റിലേക്ക് നടന്നു. അവിടെ എത്തി നേപ്പാളി സൈനികരോട് കുശലം പറഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഡ്രൈവർ വണ്ടിയുമായി എത്തി. അങ്ങനെ നേപ്പാളിലൂടെയുള്ള യാത്ര തുടങ്ങി. അടുത്ത ഒരു ചെക്ക് പോസ്റ്റിൽ നിർത്തിയപ്പോൾ കടയിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങി. ബാക്കിയായി നേപ്പാളി രൂപയാണ് വാങ്ങിയത്. 100 ഇന്ത്യൻ രൂപയ്ക്ക് 160 നേപ്പാളി രൂപ ലഭിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും നേപ്പാളി കറൻസികൾ വാങ്ങി. കോട മൂടിയ കടുക് പാടങ്ങൾ കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ഭൂപ്രകൃതിയെയും ആളുകളെയും കണ്ടാൽ ഒരിക്കലും നാം മറ്റൊരു രാജ്യത്ത് എത്തിയെന്ന് തോന്നുകയില്ല. സമതലം കഴിഞ്ഞ് മലമ്പ്രദേശത്തേക്ക് കയറിയാൽ മാത്രമേ മാറ്റങ്ങൾ തുടങ്ങുകയുള്ളൂ. രാവിലെ 9:45 ഞങ്ങൾ ലുംബിനിയിലെത്തി. ഒരു ഇലക്ട്രിക് ഓട്ടോയിൽ ലുംബിനിയിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നീങ്ങി. ഗൗതമ ബുദ്ധൻ്റെ ജന്മസ്ഥലം എന്ന നിലയിലാണ് ലുംബിനി പ്രശസ്തമാകുന്നത്. ഇവിടെ പ്രധാനമായും കാണാനുള്ളത് ബുദ്ധക്ഷേത്രങ്ങളാണ്. മായാദേവി ക്ഷേത്രമാണ് പ്രധാനം. അവിടെയാണ് ശ്രീബുദ്ധൻ്റെ ജന്മസ്ഥലമായി കണക്കാക്കുന്നത്. ധാരാളം മറ്റ് രാജ്യങ്ങളുടെ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങൾ ആദ്യം തായ് ക്ഷേത്രം കാണുന്നതിന് വേണ്ടി ഇറങ്ങി. വളരെ മനോഹരമായൊരു നിർമ്മിതിയാണ്. തായ് വാട്ട് എന്നാണ് പറയുക. വാട്ട് എന്നാൽ ക്ഷേത്രം എന്നർത്ഥം. ഈ കോമ്പൗണ്ടിനുള്ളിൽ ഉള്ള മറ്റൊരു നിർമ്മിതിയാണ് ധർമ്മ പീസ് പാലസ്. അതും കണ്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. തൊട്ടടുത്ത് തന്നെയുള്ള ഇന്ത്യൻ മൊണാസ്ട്രി കാണാൻ കയറി. ഒട്ടും ആകർഷകമല്ലാത്ത ഒരു നിർമ്മിതി. പുതിയതൊന്ന് നിർമ്മിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റും നേപ്പാൾ ഗവൺമെൻറ്റും ധാരണയിലെത്തിയിട്ടുണ്ട്. തുടർന്ന് ഞങ്ങൾ കംബോഡിയൻ ക്ഷേത്രം കാണാൻ വേണ്ടി കയറി.
ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മിതി ഇതാണ്. ഇതിൻ്റെ പ്രവേശന കവാടം തന്നെ ആങ്കർവാട്ട് ക്ഷേത്രത്തിൻ്റെ സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഉയരമുള്ള ഗോപുരങ്ങൾ അകലെ നിന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടും. മുന്നിലും വശങ്ങളിലുമുള്ള പാമ്പുകളുടെയും വ്യാളികളുടെയും ശില്പങ്ങൾ ഒരു പ്രത്യേകതയാണ്. ഉള്ളിൽ വളരെ മനോഹരമായ ശില്പങ്ങളും പെയിൻറ്റിങ്ങുകളും, ചുവരിലെ ഡിസൈനുകൾ വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ജനുവരി 25 കാഴ്ചകളിൽ ഏറ്റവും ഞങ്ങളെ ആകർഷിച്ചത് ഈ ക്ഷേത്രം തന്നെയായിരുന്നു. കുറച്ചധികം സമയം ആ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലൂടെ നടന്ന് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ഭംഗി ആസ്വദിച്ചു. വളരെ പുതിയ ഒരു നിർമ്മിതിയാണ് ഈ ക്ഷേത്രം. അവിടെ നിന്ന് ടിബറ്റൻ ക്ഷേത്രം കാണുന്നതിന് വേണ്ടി ഇറങ്ങി. 1000 ബുദ്ധപ്രതിമകളുള്ള ഒരു മനോഹരമായ ക്ഷേത്രം. ലഡാക്കിലും കുശാൽ നഗറിലുമൊക്കെ കണ്ടിട്ടുള്ള ക്ഷേത്രങ്ങൾക്ക് സമാനമാണ് ഈ ക്ഷേത്രം. ചുവരിൽ വലുതും ചെറുതുമായ 1000 ബുദ്ധ ശില്പങ്ങൾ. അവിടെ നിന്ന് ഞങ്ങൾ അടുത്തതായി സിംഗപ്പൂർ ക്ഷേത്രം കണ്ടു. വളരെ ഉയരമുള്ള ഒരു നിർമ്മിതി. തുടർന്ന് അടുത്തു തന്നെയുള്ള ഒരു ധ്യാന ബുദ്ധ പ്രതിമയുടെ അടുത്തെത്തി. ഒരു കുളത്തിന് നടുവിലാണ് പ്രതിമ. കുളത്തിന് ചുറ്റും ധാരാളം ബുദ്ധക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. അവിടെയുള്ള ഒരു ലോട്ടസ് സ്തൂപ പുറത്തുനിന്ന് കണ്ട് കുറച്ച് ഫോട്ടോകളെടുത്തു. ജർമ്മൻ താര ഫൗണ്ടേഷൻ നിർമ്മിച്ച ഒരു സ്തൂപമാണ് ഇത്. അവിടെ നിന്നിറങ്ങി വീണ്ടും നടത്തം തുടർന്നു. ലിങ്സ്റ്റൺ ടെമ്പിളിൽ കയറി നോക്കി. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ലാത്ത ഒരു ഇരുനില ക്ഷേത്രം. ഇതിന് പുറത്ത് വലിയ ഒരു ശിശുവായ ബുദ്ധൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ നിന്ന് നേപ്പാളി ക്ഷേത്രം കാണുന്നതിന് നടന്നു. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതിയാണ് ഇത്. വേൾഡ് സെൻറ്റർ ഫോർ പീസ് ആൻഡ് യൂണിറ്റി എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര്. അവിടെ നിന്ന് വീണ്ടും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു ചൈനീസ് ക്ഷേത്രത്തിന് മുന്നിലെത്തി. മറ്റൊരു തരം നിർമ്മാണ ശൈലിയാണ് ഇവിടെ. ഇതും മനോഹരമായ ഒന്നു തന്നെയാണ്. വലിയ ഭംഗിയുള്ള ശില്പങ്ങളും ഉപകരണങ്ങളും ചുറ്റും ഒരു വലിയ പില്ലേട് വരാന്ത പോലെയുള്ള നിർമ്മിതിയും ഒക്കെയാണ്. അതിനുള്ളിലും പുറത്തുനിന്ന് കുറച്ചധികം ഫോട്ടോകളെടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. തൊട്ടു മുന്നിൽ തന്നെയുള്ള കൊറിയൻ ക്ഷേത്രം അടച്ചിരിക്കുന്നു. പിന്നെ മറ്റ് ക്ഷേത്രങ്ങളൊന്നും കാണാൻ നിൽക്കാതെ ഞങ്ങൾ നേരെ മായാദേവി ക്ഷേത്രത്തിലേക്ക് നീങ്ങി. ടൈൽ പാകിയ ഒരു വഴിയിലൂടെ ഏതാണ്ട് 600 മീറ്റർ നടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ. യാത്ര തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ശിശുവായ സിദ്ധാർത്ഥ ബുദ്ധൻ്റെ ഒരു ശില്പം വെച്ചിരിക്കുന്നു. ബുദ്ധിസ്റ്റ് വിശ്വാസമനുസരിച്ച് കപിലവസ്തുവിലെ രാജാവായ ശുദ്ധോധന രാജാവിൻ്റെ ഭാര്യയായ മായാദേവി അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക്, അതായത് കപിലവസ്തുവിൻ്റെ തൊട്ടടുത്തുള്ള രാജ്യമായ കൊലിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു ശാലമരം, അതായത് കരിമരുന്ന് മരത്തിന് ചുവട്ടിൽ വിശ്രമിച്ചു വന്നു. ആ സമയത്ത്, അതായത് BC 623 സിദ്ധാർത്ഥന് ജന്മം നൽകിയെന്നും പറയപ്പെടുന്നു. ബുദ്ധൻ്റെ ജനനത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം മായാദേവി മരിക്കുകയും ചെയ്തു. അവിടുന്ന് മുന്നോട്ട് നടന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. വെള്ള പെയിൻ്റ് അടിച്ച ഉയരം കുറഞ്ഞ ഒരു നിർമ്മിതി. യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച ഒരു സ്ഥലമാണ് ഇത്. ക്ഷേത്രത്തിന് മുന്നിൽ ധാരാളം ചെറു സ്തൂപങ്ങൾ. ക്ഷേത്രത്തിനുള്ളിൽ ശ്രീബുദ്ധൻ ജനിച്ചുവെന്ന് കരുതുന്ന സ്ഥലം വരെ എത്തി ആദരവ് അർപ്പിച്ച് മടങ്ങി. ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന കുറേ ഇഷ്ടിക നിർമ്മിതികൾ. അവിടെ ജനിച്ച സ്ഥലം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കല്ല് സ്ഥാപിച്ചിരിക്കുന്നു. സന്ദർശകർ നിക്ഷേപിച്ച കാണിക്കകൾ അവിടെ ചിതറിക്കിടക്കുന്നു. ഈ സ്ഥലം സന്ദർശിക്കാനായതിൻ്റെ സംതൃപ്തിയിൽ ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അവിടെയും ധാരാളം പഴയ ഇഷ്ടിക നിർമ്മിതികൾക്കിടയിലൂടെ നടന്നു. ഈ നിർമ്മിതികളെല്ലാം BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തിയുടെ കാലത്തേതാണ്. ഇവിടെ BC 6-ാം നൂറ്റാണ്ടിൽ തടി കൊണ്ടുള്ള ഒരു ക്ഷേത്രം കണ്ടെത്തിയിരുന്നു. ക്ഷേത്രത്തിന് പുറകിൽ ധാരാളം ബുദ്ധിസ്റ്റ് പ്രയർ ഫ്ലാഗുകൾ കെട്ടിയിരിക്കുന്നു. കുറേ വിശ്വാസികൾ പ്രാർത്ഥനയിലായി അവിടെ ഇരിക്കുന്നു. കുറച്ചധികം സമയം നടന്ന് ഞങ്ങൾ കാഴ്ചകൾ കണ്ട് വീണ്ടും ക്ഷേത്രത്തിനടുത്തേക്ക് നീങ്ങി. ക്ഷേത്രത്തിന് പുറത്തായി ഒരു സേക്രഡ് പൗണ്ട് ഉണ്ട്. അതും കണ്ട് മുന്നോട്ട് പോകുമ്പോൾ അശോക ചക്രവർത്തി സ്ഥാപിച്ച ഒരു പില്ലർ കാണാം. ഈ പില്ലർ കണ്ടെത്തുന്നതിന് മുമ്പ് വരെ, അതായത് 1896 വരെ ഈ പാർക്ക് അറിയപ്പെട്ടിരുന്നത് രൂപാന്തേഹി എന്നാണ്. ഈ തൂണിലാണ് സിദ്ധാർത്ഥൻ ജനിച്ച സ്ഥലത്തിൻ്റെ പേര് ലുംബിനിയാണെന്നും അത് മാർക്ക് ചെയ്യാനാണ് അശോക ചക്രവർത്തി അദ്ദേഹം അധികാരമേറ്റ് 20-ാം വർഷം ഇവിടെ സന്ദർശിച്ച് ഈ തൂണ് സ്ഥാപിച്ചതെന്നും എഴുതിയിരിക്കുന്നു. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ മതിയാക്കി ഞങ്ങൾ പുറത്തേക്ക് നടന്നു. ഈ പാതയ്ക്ക് ഇരുപുറവും ധാരാളം ചെടികളും മരങ്ങളും നട്ടിരിക്കുന്നു. ശിശുവായ സിദ്ധാർത്ഥൻ്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്ത് പുറത്തേക്കിറങ്ങി ഒരു ചായ കുടിച്ച് ഓട്ടോയിൽ കയറി പോരും വഴി മ്യാൻമാർ ഗവൺമെൻറ് സ്ഥാപിച്ച ഗോൾഡൻ ടെമ്പിൾ കാണുന്നതിന് വേണ്ടി നിർത്തി.
ഗേറ്റ് അടച്ചിരുന്നതിനാൽ പുറത്തു നിന്ന് കാഴ്ചകൾ കണ്ട് പുറത്തേക്കുള്ള യാത്ര തുടർന്നു. 1 മണിയോടുകൂടി ഞങ്ങൾ ലുംബിനിയിലെ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവിടെ നിന്ന് കപിലവസ്തുവിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി. ഇവിടെ നിന്ന് 28 കിലോമീറ്റർ അകലെയാണ് സിദ്ധാർത്ഥൻ്റെ കൊട്ടാരം നിന്നിരുന്ന സ്ഥലം. വീണ്ടും കടുക് പാടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ തിലൗർകോട്ട് എന്ന സ്ഥലത്ത് നിന്ന് തികച്ചും ചെറിയ ഒരു വഴിയിലൂടെ ഗ്രാമങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്ത് ഈ ആർക്കിയോളജിക്കൽ സൈറ്റിലെത്തി. കാര്യമായ പരിചരണമൊന്നുമില്ലാത്ത വഴിയും ചുറ്റുവട്ടവും. പാലസിലേക്ക് ഇതിൻ്റെ പടിഞ്ഞാറൻ ഗേറ്റിലൂടെ ഞങ്ങൾ കയറി. ഉള്ളിൽ കയറിയാൽ നടക്കുന്നതിനു വേണ്ടി പലകയടിച്ച നടപ്പുവഴി സജ്ജീകരിച്ചിരിക്കുന്നു. വലിയ മരങ്ങൾക്കിടയിലൂടെ പഴയ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം. ആ നിർമ്മിതികൾക്കിടയിലൂടെ ഞങ്ങൾ നടന്നു. അങ്ങനെ പഴയ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കടുത്തെത്തി. തറ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോൾ പുറത്തേക്കുള്ള മറ്റൊരു കവാടം കാണാം, കിഴക്കൻ കവാടം. ഇതുവഴിയാണ് സിദ്ധാർത്ഥൻ ഗൗതമ ബുദ്ധനാകുന്നതിന് വേണ്ടിയുള്ള യാത്ര തുടങ്ങുന്നത്. അതായത് കൊട്ടാരവും ആഡംബരവും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയത് ഈ കിഴക്കൻ കവാടത്തിലൂടെയാണ്. അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യാത്ര നമ്മുടെ മനസ്സിൽ തെളിയുമായിരുന്നു. തിരിഞ്ഞു നോക്കാതെയുള്ള ആ യാത്ര അവിടെ ചിത്രീകരിക്കാതെ തന്നെ നമുക്ക് കാണാം. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഇടത്തേക്ക് തിരിഞ്ഞ് നടന്ന് ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂടെ കൂടി. 10ഉം 9ഉം വയസ്സുള്ള കുട്ടികൾ. ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർ കൂട്ടാക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവർ കൂടെ വന്നു. ഈ ചെറുവഴിയിലൂടെ നടന്ന് ഞങ്ങൾ 2 സ്തൂപങ്ങളുള്ള ഒരു സ്ഥലത്തെത്തി. വലുത് ശുദ്ധോധന രാജാവിൻ്റെയും ചെറുത് മായാദേവിയുടെയും ശവകുടീരങ്ങളാണ്. പോയ അതേ വഴിയിലൂടെ പതിയെ തിരിച്ച് ഗ്രാമത്തിലെത്തി. അവിടെ ഗ്രാമത്തിനടുത്തുള്ള ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുന്നു. അങ്ങനെ വീണ്ടും തിരിച്ച് ഈ ആർക്കിയോളജിക്കൽ പാർക്ക്, അതായത് കപിലവസ്തുവിലെ പാലസിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി തിരികെ ഗോരഖ്പൂരിലേക്ക് പോരുന്നതിന് വേണ്ടിയുള്ള യാത്ര തുടങ്ങി. അപ്പോൾ സമയം 2:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ ഇനിയും കുറച്ചുകൂടി ആർക്കിയോളജിക്കൽ സൈറ്റുകൾ കാണാനുണ്ടായിരുന്നു, ഒരു അശോക പില്ലറും ഒക്കെ. എന്നാൽ സമയക്കുറവ് കാരണം തിരികെ പോരാൻ ഞങ്ങൾ തീരുമാനിച്ചു. തിരിച്ചു വരും വഴി കപിലവസ്തു എന്ന് കരുതപ്പെടുന്ന മറ്റൊരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഇന്ത്യൻ അതിർത്തിയിലുണ്ട്. ആ വഴി യാത്ര ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും വഴി വീതി കുറവായതിനാൽ ആ ശ്രമം ഉപേക്ഷിച്ചു വന്ന വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. 3:20 ഞങ്ങൾ തിരികെ ഇന്ത്യൻ അതിർത്തി മുറിച്ചു കടന്നു. ഇത്തവണ കുറച്ചുകൂടി കർക്കശമായ പരിശോധന അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് 6 മണിയോടെ തിരിച്ച് ഗോരഖ്പൂരിലെത്തി. ഹോട്ടലിൽ കയറി ബാഗ് വെച്ച് ഗോരഖ്നാഥ് ക്ഷേത്രം കാണുന്നതിന് വേണ്ടി നീങ്ങി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഗോരഖ്നാഥ് മഠം എന്നുകൂടി അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നാഥ് പാരമ്പര്യത്തിലെ നാഥ് സന്യാസ രീതി പിന്തുടരുന്ന ഒരു മഠമാണ്. ഈ മഠത്തിൻ്റെ കേന്ദ്രമാണ് ഗോരഖ്നാഥ് ക്ഷേത്രം. ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ മഠത്തിലെ മഹന്ത് ആണ്, അതായത് മഠാധിപതിയാണ്. 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗോരക്ഷനാഥ് എന്ന സന്യാസിയുടെ പേരിൽ നിന്നാണ് ഗോരഖ്നാഥ് എന്ന പേര് വന്നത്. അദ്ദേഹമാണ് നാഥ് സമ്പ്രദായത്തിൻ്റെ വ്യവസ്ഥകൾ രചിച്ചത്. 52 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇത്. ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രം ലൈറ്റുകൾ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള മറ്റൊരു 9 പ്രതിഷ്ഠകളോടുകൂടിയ ക്ഷേത്രവുമുണ്ട്. പുറത്തിറങ്ങി കുറച്ച് മധുര പലഹാരങ്ങൾ വാങ്ങി കഴിച്ച് ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് തിരിച്ച് യാത്ര ചെയ്തു. റെയിൽവേ സ്റ്റേഷനിലുള്ള റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ പ്ലാറ്റ്ഫോമായ ഗോരഖ്പൂരിലെ 1-2 നമ്പർ പ്ലാറ്റ്ഫോം സന്ദർശിച്ച് ഹോട്ടൽ റൂമിലേക്ക് മടങ്ങി. ജനുവരി 26 ഞങ്ങളുടെ യാത്രയുടെ 5ാം ദിവസം രാവിലെ 6 മണിക്ക് കഴിഞ്ഞ ദിവസത്തെ ടാക്സിയിൽ ഞങ്ങൾ ഇന്നും യാത്ര തിരിച്ചു. ഇന്ന് ഞങ്ങൾ ആദ്യം ബീഹാറിലെ ലൗറിയ എന്ന സ്ഥലത്തെ അശോക പില്ലർ കാണാനാണ് പോകുന്നത്. അതിഭയങ്കരമായ കോടമഞ്ഞ് കാരണം യാത്ര വളരെ ദുഷ്കരമായിരുന്നു. വളരെ കുറച്ച് മീറ്ററുകൾ മാത്രമേ നമുക്ക് വിസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഡ്രൈവിംഗ് വളരെ ദുഷ്കരമായിരുന്നു. ലൗറിയ നന്ദൻഗഡ് എന്ന ഗ്രാമത്തിൻ്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. അശോക ചക്രവർത്തിയുടെ കാലത്ത് BC 245-നും 241-നും ഇടയിൽ സ്ഥാപിച്ച ഒരു പില്ലറാണ് ഇത്. ഇന്ന് കേടുപാടുകൾ അധികം സംഭവിക്കാതെ നിലനിൽക്കുന്ന ചുരുക്കം അശോക ചക്രവർത്തിയുടെ പില്ലറുകളിലൊന്നാണ് ഇത്. 10 മീറ്റർ, അതായത് 32 അടി ഉയരമാണ് ഈ തൂണിന് ഉള്ളത്.
ഇത് ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തുള്ള ഒറ്റ സിംഹത്തിൻ്റെ പ്രതിമയുടെ വായ് ഭാഗത്തിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വൈശാലിയിലെ അശോക പില്ലറിന് സമാനമാണ് ഇത്. അതും ഒറ്റ സിംഹത്തിൻ്റെ പ്രതിമയാണ് മുകളിലുള്ളത്. സിംഹത്തെ താങ്ങി നിർത്തുന്ന തൂണിൻ്റെ അഗ്രഭാഗം മണിയുടെ ഷേപ്പിലുള്ളതാണ്. പഴക്കത്തിൻ്റെയും നശീകരണ പ്രവർത്തനങ്ങളുടെയും അടയാളങ്ങൾ തൂണിൽ നമുക്ക് കാണാം. എങ്കിലും 23 നൂറ്റാണ്ടായി നിലനിൽക്കുന്ന ഈ നിർമ്മിതി ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. ഈ പില്ലറിൽ അശോകൻ്റെ 6 വിളംബരങ്ങൾ, അതായത് ശാസനങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. അത് ബ്രഹ്മി, പ്രാകൃത് ഭാഷകളിലാണ് എഴുതി വച്ചിരിക്കുന്നത്. അഹിംസ, ധാർമ്മിക ജീവിതം, കാരുണ്യം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആ ശാസനങ്ങൾ. കോടമഞ്ഞ് കാരണം ഫോട്ടോകൾ അത്ര മികവാർന്നതായിരുന്നില്ല. 15 മിനിറ്റിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു. ഇതിനു ചുറ്റും ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതിൻ്റെ സ്റ്റാളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവയ്ക്കിടയിലൂടെ തിരികെ വണ്ടിയിലേക്ക് പോന്നു. അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള നന്ദൻഗഡ് സ്തൂപം കാണുന്നതിന് വേണ്ടി നീങ്ങി. ഈ ഗ്രാമത്തിൻ്റെ പേര് ലൗറിയ നന്ദൻഗഡ് എന്നാണ്. ലോർ എന്നാൽ തൂണ്, അതായത് അശോകസ്തംഭം. അതിൽ നിന്നാണ് ലൗരിയ എന്ന പദം വന്നത്. ഇവിടെയുള്ള നേരത്തെ പറഞ്ഞ സ്തൂപത്തിൻ്റെ പേരാണ് നന്ദൻഗഡ്. ഈ 2 പേരുകളും കൂടിച്ചേർന്നാണ് ലൗരിയ നന്ദൻഗഡ് എന്നുള്ള സ്ഥലപ്പേര് വന്നത്. മൗര്യ കാലഘട്ടത്തിൻ്റെ ധാരാളം ശേഷിപ്പുകളുള്ള സ്ഥലമാണ് ഇത്. ഇവിടെ 3 വരികളിലായി 15 സ്തൂപ കുന്നുകളുണ്ട്. അശോക സ്തംഭത്തെ കേന്ദ്രമാക്കിയാണ് ഈ 3 വരികളും നിൽക്കുന്നത്. കോടമഞ്ഞ് കാരണം ഈ മൗണ്ടുകൾ കാണുക ഏറെക്കുറെ അസാധ്യമായിരുന്നു. ധാരാളം കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലമായതിനാൽ ഇവിടെ ഒരു പഞ്ചസാര ഫാക്ടറിയുണ്ട്. അതിലേക്ക് വന്ന ധാരാളം കരിമ്പ് വണ്ടികൾ ഊഴം കാത്ത് റോഡിൽ കാത്തു കിടക്കുന്നു. 10 മണിയോടെ ഞങ്ങൾ നന്ദൻഗഡ് സ്തൂപത്തിനടുത്തെത്തി. ഗ്രാമത്തിൽ വണ്ടി നിർത്തി ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി. കോട കാരണം ഒന്നും വ്യക്തമായി കാണുന്നുണ്ടായിരുന്നില്ല. ഈ സ്തൂപത്തിനുള്ളിൽ ശ്രീബുദ്ധൻ്റെ ചിതാഭസ്മം ഉൾക്കൊള്ളുന്നുവെന്നാണ് കരുതുന്നത്. 25 മീറ്റർ ഉയരവും 460 മീറ്റർ ചുറ്റളവുമുള്ള ഒരു വലിയ സ്തൂപമാണ് ഇത്. കണ്ടാൽ ശരിക്കൊരു കുന്നാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ. മല്ലവംശത്തിൻ്റെ കേന്ദ്രഭാഗമായിരുന്ന സ്ഥലമായിരിക്കാം ഈ സ്തൂപത്തിനടുത്തുള്ള ഗ്രാമങ്ങൾ. ഇവിടെയുള്ള മറ്റ് സ്തൂപങ്ങൾ വജ്ജി, അതുപോലെ തന്നെ മല്ല ഭരണാധികാരികളുടെ ടോമ്പുകളായിരിക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇവിടെയുള്ള 15 സ്തൂപ മൗണ്ടുകളിൽ 3-4 എണ്ണം മാത്രമേ എക്സ്കവേഷന് വിധേയമാക്കിയിട്ടുള്ളൂ. ഈ നന്ദൻഗഡ് സ്തൂപം ഒരു ബഹുഭുജ സ്തൂപമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്തൂപമാണ് ഇത് എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ സ്തൂപത്തിൽ നടത്തിയ എക്സ്കവേഷനിൽ നിന്ന് സുംഗ, കുഷാന ശൈലികളിലെ ധാരാളം പ്രതിമകൾ, കുറേ നാണയങ്ങൾ, അതുപോലെ തന്നെ BC 2-1 നൂറ്റാണ്ടുകളിലെ ടെറാക്കോട്ട സീലിംഗ്, ഇരുമ്പ് വസ്തുക്കൾ എന്നിവ ലഭിച്ചു. മുകളിൽ നിന്ന് 4.3 മീറ്റർ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഒരു ഇഷ്ടിക പീഠവും അവിടെ നിന്ന് 5.6 മീറ്റർ അടിയിൽ ചതുരാകൃതിയിലുള്ള കുടയോടുകൂടിയ ഒരു ചെറിയ സ്തൂപവും കണ്ടെത്തി. അതിന് 3.6 മീറ്റർ ഉയരമുണ്ടായിരുന്നു. അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പുരാതന പാത്രത്തിൽ ബിർച്ച് ഇലയിലെ കൈയെഴുത്ത് പ്രതിയുടെ ഒരു നീണ്ട സ്ട്രിപ്പുണ്ടായിരുന്നു. 4-ാം നൂറ്റാണ്ടിലെ ഒരു ബുദ്ധിസ്റ്റ് ഗ്രന്ഥമായ പ്രതിത്യ സമുത്പാദം എന്ന ഗ്രന്ഥമാണ് അത്. കൂടുതൽ ആഴത്തിൽ ഉത്ഖനനങ്ങളൊന്നും നടത്തിയിട്ടില്ല. 1/2 കിലോമീറ്റർ ചുറ്റളവുള്ള ഈ സ്തൂപത്തിന് ചുറ്റും നടന്ന് ഞങ്ങൾ ഫോട്ടോകളെടുത്തു. മുകളിലേക്ക് കാട് കയറി കിടക്കുന്നു. സൈഡിലുള്ള ഭാഗങ്ങൾ കാട് നീക്കി ഇഷ്ടിക കെട്ടുകൾ നമുക്ക് കാണാം. അങ്ങനെ തിരിച്ച് ഞങ്ങൾ മുൻവശത്തെത്തിയപ്പോഴേക്കും അവിടുത്തെ ഗ്രാമീണർ ചേർന്ന് റിപ്പബ്ലിക് ഡേയോടെ അനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തുന്നുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് പുറത്ത് ബീഹാറി ഗ്രാമക്കാഴ്ചകൾ കണ്ടു. അവരുടെ ധാന്യ സംഭരണികൾ ശ്രദ്ധേയമായിരുന്നു. അത് തുറന്ന് ധാന്യം പുറത്തെടുക്കുന്നു. ആ കാഴ്ച ഞങ്ങൾ കുറച്ച് സമയം നോക്കിക്കണ്ടു. ഇവരുടെ പൂർവികരാവാം ഈ വലിയ സ്തൂപം നിർമ്മിച്ചതെന്ന് ചിന്തിച്ച് തിരിച്ചുള്ള യാത്ര ആരംഭിച്ചു. ഇനി ഞങ്ങൾ കുശിനഗർ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നത്. ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളും കണ്ടുകൊണ്ടുള്ള യാത്ര. നമുക്കൊട്ടും പരിചിതമല്ലാത്ത കാഴ്ചകൾ. വളരെ ചെറിയ വീടുകൾ, ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുന്നു. എന്നാലും നമ്മുടെ രീതിയിലല്ലാത്തതിനാൽ വളരെ കഷ്ടപ്പാടിലാണ് അവർ കഴിയുന്നതെന്ന് തോന്നിപ്പോകും. എന്നാൽ അവർ വളരെ സന്തുഷ്ടരായി ജീവിക്കുന്ന ഒരു ജനതയാണത്രയും. ബുദ്ധമത വിശ്വാസമനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുശിനഗർ. ഇവിടെ വെച്ചാണ് ശ്രീബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചത്, അതായത്
അദ്ദേഹം മരണമടഞ്ഞത്. മഹാപരിനിബ്ബാണ സൂത്രം അനുസരിച്ച് ശ്രീബുദ്ധൻ തൻ്റെ 80-ാം വയസ്സിൽ തൻ്റെ ഈ ലോകത്തിലെ സമയം അവസാനിക്കുകയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കുറച്ച് ശിഷ്യരോടൊത്ത് മാസങ്ങൾ നീണ്ട അവസാന യാത്ര തുടങ്ങി. രാജഗൃഹത്തിൽ നിന്ന് ആരംഭിച്ച് പാടലിപുത്രം, അതായത് ഇന്നത്തെ പാറ്റ്ന, വൈശാലി, ഭോഗനഗര, അതായത് കേസറിയ, പാവ വഴി കുശിനഗർ വരെയായിരുന്നു ആ യാത്ര. ഈ പാവ അതുപോലെ കുശിനഗർ ഒക്കെ മല്ല രാജ്യത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു. പാവ നഗരത്തിലെത്തിയപ്പോൾ കുന്ത എന്നയാൾ ശ്രീബുദ്ധനെ ശിഷ്യന്മാരെയും ഭക്ഷണത്തിന് ക്ഷണിച്ചു. അന്ന് അദ്ദേഹത്തിന് വിളമ്പിയ വിഭവമാണ് സുഗരാമദ്ദവ. മഹായാന പാരമ്പര്യമനുസരിച്ച് ഇത് കൂണുകൊണ്ടുള്ള വിഭവമാണെന്നും തേരവാദ പാരമ്പര്യമനുസരിച്ച് ഇത് കാട്ടുപന്നിയുടെ മാംസം കൊണ്ടുള്ള വിഭവമാണെന്നും പറയപ്പെടുന്നു. ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് മുൻപ് ഉണ്ടായിരുന്നതുപോലുള്ള കഠിനമായ വയറിളക്കം പിടിപെട്ടു. എങ്കിലും അദ്ദേഹം ശിഷ്യരോടൊപ്പം മുന്നോട്ട് ഏതാണ്ട് 6 മൈൽ ദൂരം കൂടി യാത്ര ചെയ്തു. കകുത്ത നദിയിൽ കുളിച്ച് നദി മുറിച്ചു കടന്ന് കുശിനഗരത്തിന് വെളിയിലുള്ള ഒരു സാലമരക്കൂട്ടത്തിലെത്തി. അവിടെ വെച്ച് അദ്ദേഹം BC 483 പരിനിർവാണം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് 7 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ തൊട്ടടുത്തു തന്നെയുള്ള ഒരു സ്ഥലത്ത് ദഹിപ്പിച്ചു. അന്ന് ഇവിടെയുണ്ടായിരുന്ന മല്ല ജനത ശ്രീബുദ്ധനെ ദഹിപ്പിച്ച സ്ഥലത്താണ് ഈ രമഭർ സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഈ സ്തൂപത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി. വളരെ വലിയ ഒരു സ്തൂപവും ചുറ്റും ചെറിയ സ്തൂപങ്ങളും അടങ്ങിയ ഒരു സ്ഥലം. ഈ പ്രദേശം ഭരിച്ചിരുന്ന മല്ല രാജാക്കന്മാരാണ് ഈ സ്തൂപം നിർമ്മിച്ചത്. ഈ സ്തൂപത്തിന് 14.9 മീറ്റർ ഉയരവും 47.2 മീറ്റർ ചുറ്റളവുമാണ് ഉള്ളത്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു സ്മാരകമാണ് ഇത്. കുറച്ച് സമയം ഈ സ്തൂപത്തിന് ചുറ്റും നടന്ന് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ തിരികെ ഇറങ്ങി. ഇനി ശ്രീബുദ്ധൻ പരിനിർവാണം പ്രാപിച്ച സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം. ഞങ്ങൾ വരും വഴി ആ സ്ഥലം കണ്ടിരുന്നെങ്കിലും ഇവിടം സന്ദർശിച്ച് അങ്ങോട്ട് പോകാമെന്ന് കരുതി. വരും വഴി ധാരാളം വിവിധ രാജ്യങ്ങളുടെ ബുദ്ധക്ഷേത്രങ്ങൾ കണ്ടെങ്കിലും കാണാൻ കയറിയില്ല. ഇന്ന് അവധിയായതിനാൽ അതിഭയങ്കരമായ തിരക്കായിരുന്നു ഇവിടെയെല്ലാം. രമഭർ സ്തൂപത്തിൻ്റെ അവിടെ ദഹിപ്പിച്ച ശേഷം ശ്രീബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ശാക്യ വംശത്തിന് നൽകി. എന്നാൽ മറ്റ് 6 വംശങ്ങൾ കൂടി അതിനുവേണ്ടി വാദിച്ചപ്പോൾ ദ്രോണ എന്ന ബ്രാഹ്മണൻ അത് 8 ഭാഗങ്ങളായി വിഭജിച്ച് മഗധ രാജാവായിരുന്ന അജാതശത്രു, വൈശാലിയിലെ ലിച്ഛാവി, കപിലവസ്തുവിലെ ശാക്യർ, അല്ലകപ്പയിലെ ബുലികൾ, രാമഗാമയിലെ കൊലിയകൾ, വേദദ്വീപിലെ ബ്രാഹ്മണൻ, പാവയിലെ മല്ല, കുശിനഗറിലെ മല്ല എന്നിങ്ങനെ 8 വംശങ്ങൾക്ക് നൽകി. ദഹിപ്പിച്ച പാത്രം വിഭജിക്കുന്നതിന് നേതൃത്വം നൽകിയ ദ്രോണർക്കും ചിതയുടെ ബാക്കി ചാരം പിപ്പലവതിയിലെ മോറിയകൾക്കും നൽകി. പിന്നീട് അശോക ചക്രവർത്തിയുടെ കാലത്ത് ഇവയെല്ലാം അദ്ദേഹം തൻ്റെ അധീനതയിലാക്കുകയും കൂടുതൽ സ്തൂപങ്ങൾ നിർമ്മിക്കാൻ നൽകുകയും ചെയ്തു. ഈ കോമ്പൗണ്ടിനുള്ളിൽ ബുദ്ധൻ്റെ കാലം മുതലെയുള്ള ധാരാളം നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ കാണാം. ഇവിടെ പരിനിർവാണ ക്ഷേത്രവും അതിനു പിന്നിലെ പരിനിർവാണ സ്തൂപവുമാണ് പ്രധാനമായും കാണാനുള്ളത്. നല്ല തിരക്കായിരുന്നു. എങ്കിലും പരിനിർവാണ ക്ഷേത്രത്തിനുള്ളിൽ കയറി കാഴ്ചകൾ കണ്ടു. ശ്രീബുദ്ധൻ കിടക്കുന്ന ഒരു പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ യാത്രയിൽ ശ്രീബുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാന 3 സ്ഥലങ്ങളും ശ്രീബുദ്ധൻ ജനിച്ച ലുംബിനി, അദ്ദേഹം ആദ്യ പ്രഭാഷണം നടത്തിയ സാരാനാഥ്, അദ്ദേഹം നിർവ്വാണം പ്രാപിച്ച ഈ കുശിനഗരം, അങ്ങനെ 3 സ്ഥലങ്ങളും സന്ദർശിക്കാനായതിൻ്റെ സന്തോഷത്തിൽ തിരികെ ഇറങ്ങി. 2017 ബോധഗയ സന്ദർശിച്ചതുകൂടി പരിഗണിക്കുമ്പോൾ മൊത്തം ശ്രീബുദ്ധൻ്റെ ജീവിതത്തിലെ 4 പ്രധാന സ്ഥലങ്ങളും സന്ദർശിക്കാനായി എന്നത് വലിയൊരു കാര്യമായി തോന്നി. തിരികെ ഞങ്ങൾ ഗോരഖ്പൂരിലേക്ക് തിരിച്ചു. വരും വഴി ഉച്ചഭക്ഷണം കഴിച്ച് 3:20 ഞങ്ങൾ ഗോരഖ്പൂർ എയർപോർട്ടിലെത്തി. 7:15 വരെ കാത്തിരുന്ന് തിരിച്ച് ബംഗളൂരുവിലേക്കുള്ള യാത്ര തിരിച്ചു. രാത്രി 10:15 ബംഗളൂരുവിലിറങ്ങി. അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി രാവിലെ 6:30 പാലക്കാടെത്തി. അങ്ങനെ ഒരു ഹിന്ദു സർക്യൂട്ട് യാത്ര എന്നോ ഒരു ബുദ്ധിസ്റ്റ് സർക്യൂട്ട് യാത്ര എന്നോ വിശേഷിപ്പിക്കാവുന്ന ഈ യാത്ര പൂർത്തിയാക്കി. ആദ്യമായി ഒരു വിദേശയാത്ര നടത്തിയാനായതും ഈ യാത്രയിലാണ്. അങ്ങനെ ഈ 5 ദിവസങ്ങളിൽ എല്ലാ ദിവസവും അവിസ്മരണീയമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്.